കാറ്റായി വന്നു നീ കടലായിരമ്പി നീ, കാറ്റായി വന്നു നീ കടലായിരമ്പി നീ, ഉണർവായി ഉയിരായി തീരാത്ത നിറവായി നിലവിലൊരു പൂമ്പാറ്റ പലതായി, പലകുറി മൊഴിഞ്ഞൊരാവാക്കായി, പലകുറി മൊഴിഞ്ഞൊരാവാക്കായി. കാറ്റായി വന്നു നീ കടലായിരമ്പി നീ, ഉണർവായി ഉയിരായി തീരാത്ത നിറവായി നിലവിലൊരു പൂമ്പാറ്റ പലതായി, പലകുറി മൊഴിഞ്ഞൊരാവാക്കായി, പലകുറി മൊഴിഞ്ഞൊരാവാക്കായി. മഴ വരും മുമ്പു നീ മഴവില്ലേ, മഴയത്തു നീ നിറക്കുടയായി, മഴ വരും മുമ്പു നീ മഴവില്ലേ, മഴയത്തു നീ നിറക്കുടയായി, പൂവായി സ്പന്ദമായി, പൂവായി സ്പന്ദമായി പടരും മുഴക്കമായി, നിർവര ചിത്രമായി നിർമ്മയായി നേർത്ത പാട്ടായി, താളം പിടിക്കും ഇലകളായി, താളം പിടിക്കും ഇലകളായി, കരിമ്പച്ചിലകളായി നീ, നാടികൾ വ്യൂഹങ്ങളായി, നെൽപ്പാടമായി നീ പുഴയായി, നെൽപ്പാടമായി നീ പുഴയായി. നീ അറിഞ്ഞോ ഞാനറിഞ്ഞു, നീ അറിഞ്ഞോ ഞാനറിഞ്ഞു, ഇന്നലെ പാടിയതിനിന്നത്തെ ഈണം, ഇന്നലെ കണ്ടതിനും ഇന്നത്തെ ഛായ, ഇന്നലെ പാടിയതിനിന്നത്തെ ഈണം, ഇന്നലെ കണ്ടതിനും ഇന്നത്തെ ഛായ. നമ്മൾ വഴിയാത്രികർ കാലാന്തരങ്ങളിൽ തേർതെളിക്കുമ്പോൾ നമ്മളറിയുന്നു നാം വെറും യാത്രക്കാർ. എനിക്കെത്ര വയസ്സായിരിക്കുന്നു? സ്വതന്ത്രമായ നമ്മുടെ രാജ്യത്തിനും എനിക്കും ഒരേ വയസ്സാണ്. സ്വാതന്ത്ര്യത്തിനൊപ്പം പിറന്നതുകൊണ്ട് സ്വാതന്ത്ര്യമാണ് എൻ്റെ രക്തത്തിലരിഞ്ഞത്. ഞാൻ എത്രായിരം മക്കളെ പ്രസവിച്ചു. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും രക്തത്തിൻ്റെയും കണ്ണീരിൻ്റെയും വിശ്വാസങ്ങളുടെയും തീവ്ര ഛന്ദസ്സുകൾ തീർത്തവർ അവരെത്ര പേർ! എന്നെ തൊട്ടുരുമ്മിപ്പോയവർ, എന്നിൽ കണ്ണീർ കണങ്ങൾ തീർത്തവർ, എൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചു കിടന്നവർ, എൻ്റെ ചൂട് ഇന്നും ഹൃദയത്തെ പൊള്ളിക്കുന്നവർ, എന്നോട് ഏറെ സ്നേഹമുണ്ടായിട്ടും പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയി വിലപിക്കുന്നവർ, എന്നിൽ വിയർപ്പൊഴുക്കിയവർ, എന്നിലേക്ക് രക്തം കുടഞ്ഞവർ. ഞാൻ തളരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ പ്രത്യാശയുടെ അടയാളമായിരുന്നു, സ്വപ്നങ്ങളുടെ താഴ്വരയായിരുന്നു. ഞാനൊരു കടലായിരുന്നു.
ഞാൻ ശാന്തമാകും, എപ്പോഴൊക്കെയോ പ്രക്ഷുബ്ധമാകും. എൻ്റെ തിരകൾ മലീമസമായ തീരങ്ങൾ തകർക്കും, പുതിയ കരകൾ സൃഷ്ടിക്കും. എന്നെ ആരൊക്കെയോ പേടിക്കുന്നു. ഇന്ന് ഞാനൊരു സങ്കടക്കടൽ. എന്നെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് ഉച്ചത്തിൽ ശബ്ദിക്കാനാകുന്നില്ല. ഇന്നലകളിലെ എൻ്റെ ആർപ്പുവിളികൾ എവിടെ? എനിക്ക് ശ്വാസം മുട്ടുന്നു. നിങ്ങളിതൊന്നും കാണുന്നില്ലേ? ഒരുപക്ഷെ നാളെ എൻ്റെ ജീവൻ നിലയ്ക്കാം. നമ്മൾ പരിഷ്കൃതരും നാഗരികരുമല്ലേ? അതുകൊണ്ട് രാസലായനിയിൽ കിടത്തി ഇനിയും 100 വർഷം ജീവനില്ലാതെ ഞാനുണ്ടാകും. ഞാൻ ശ്രീ കേരളവർമ്മ. എന്നിലേക്കിനി നിങ്ങളുടെ കണ്ണുകൾ, കാതുകൾ, ഹൃദയങ്ങൾ ചേർത്ത് വയ്ക്കുക. ഇവിടെ രാജാവ് ഉറങ്ങുന്നു. ചരിത്രത്തിൽ രാജർഷി എന്നറിയപ്പെടുന്ന ഈ മഹാനുഭാവന് പ്രണാമം അർപ്പിച്ചല്ലാതെ കേരളവർമ്മയുടെ ചരിത്രം ആരംഭിക്കാനാവില്ല. മഹാമനസ്കനും പണ്ഡിതശ്രേഷ്ഠനും തികഞ്ഞ ജനാധിപത്യവാദിയുമായിരുന്ന രാമവർമ്മ മഹാരാജാവിൻ്റെ മെറി ലോഡ്ജ് പാലസാണ് ശ്രീ കേരളവർമ്മ കോളേജായി മാറിയത്. 1932 അന്തരിച്ച അദ്ദേഹത്തിൻ്റെ ശവകുടീരം നശിക്കാതെ ഇപ്പോഴും പഴയ കൂത്തമ്പലത്തിന് പുറകിൽ പനങ്കാടുകൾക്കിടയിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. രാമവർമ്മയുടെ സ്ഥാനത്യാഗത്തിന് ശേഷം അധികാരമേറ്റ കേരളവർമ്മ മഹാരാജാവാണ് കോളേജ് ആരംഭിക്കുവാനായി പാലസും അനുബന്ധ സ്ഥലങ്ങളും വിട്ടുകൊടുത്തത്. മഹാമനസ്കരും പ്രജാതൽപരനുമായിരുന്ന കൊച്ചി രാജകുടുംബത്തിന് നാടിനോടുള്ള സ്നേഹത്തിൻ്റെ മരിക്കാത്ത സ്മാരകമായി കേരളവർമ്മ കോളേജ് ഇന്നും നിലനിൽക്കുന്നു. തൃശ്ശിവപേരൂരിലും പരിസരങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് കോളേജ് പ്രവേശന കാര്യത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി ചില വിദ്യാഭ്യാസ സ്നേഹികൾ തുടങ്ങിവച്ച പ്രയത്നത്തിൻ്റെ പരിണിത ഫലമായിരുന്നു ഈ കലാലയം. അങ്ങനെ 1947 ആഗസ്റ്റ് 11 സ്വാതന്ത്ര്യപ്പുലരിക്ക് 4 ദിവസം മുൻപ് ആർഭാടങ്ങളൊന്നുമില്ലാതെ മദ്രാസ് സർവകലാശാലയുടെ അഫിലിയേഷനോടുകൂടി കോളേജ് പ്രവർത്തനമാരംഭിച്ചു. അന്ന് രാവിലെ പ്രിൻസിപ്പാൾ പ്രൊഫസർ പി ശങ്കരൻ നമ്പ്യാർ മാലതി എന്ന വിദ്യാർത്ഥിനിക്ക് അഡ്മിഷൻ നൽകിക്കൊണ്ടാണ് കോളേജിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ജൂനിയർ, ഇൻ്റർമീഡിയറ്റ്, ജൂനിയർ ഡിഗ്രി ക്ലാസുകൾ എന്നിവയായിരുന്നു ആദ്യ വർഷം തുടങ്ങിയത്. 6 പെൺകുട്ടികളടക്കം 150 പേരായിരുന്നു അപ്പോഴത്തെ വിദ്യാർത്ഥികൾ. 1948 ഒക്ടോബർ മാസത്തിൽ കോളേജിൻ്റെ ഭരണ ചുമതല ദേവസ്വം വകുപ്പിനെ ഏൽപ്പിച്ചുകൊണ്ട് രാജാവിൻ്റെ പ്രഖ്യാപനമുണ്ടായി. 1953-54 കേരളവർമ്മയുടെ വളർച്ചയുടെ മറ്റൊരു ഘട്ടം ആരംഭിക്കുകയാണ്. ശാസ്ത്ര വിഷയങ്ങളിൽ കോഴ്സുകൾ ആരംഭിച്ചത് ആ വർഷത്തിലാണ്. 1965 ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ ആരംഭിച്ചുകൊണ്ട് വളർച്ചയുടെ ഒരു പടവ് കൂടി കയറുകയായിരുന്നു കേരളവർമ്മ. കോഴിക്കോട് സർവകലാശാല നിലവിൽ വന്നതിനെ തുടർന്ന് കോളേജിൻ്റെ അഫിലിയേഷൻ പ്രസ്തുത സർവകലാശാലയുടെ കീഴിലായി. 60ാം പിറന്നാൾ ആഘോഷിച്ച ഈ കലാലയത്തിൽ ഇന്ന് 15 ഡിപ്പാർട്ട്മെൻറ്റുകളിലായി 16 ബിരുദ കോഴ്സുകളിലും 8 ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലുമായി 2000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ഞാൻ കേരളവർമ്മയിൽ 1984 മുതൽ 88 വരെയാണ് പഠിച്ചത്. കേരളവർമ്മയിലെ എൻ്റെ പഠന കാലഘട്ടം എന്ന് പറയുന്നത് വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്നു വന്നിരുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് കേരളവർമ്മയിൽ പഠിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും, പ്രത്യേകിച്ചും പുരോഗമന ആശയം ഉൾക്കൊള്ളുന്ന വിദ്യാർത്ഥികളെല്ലാം ആഗ്രഹിച്ചിരുന്നതാണ്. ഞാൻ കേരളവർമ്മയിൽ പഠിക്കാൻ ആഗ്രഹിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ബാലനെ പോലെയുള്ള ധീരരക്തസാക്ഷികൾക്ക് ജന്മം നൽകിയ ഒരു കോളേജാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളവർമ്മയിൽ ചേരാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു സംഘടന, SFIയുടെ സംഘടനാ പ്രവർത്തനം എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമാണ് ഉണ്ടായത്. അതായത് ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് തന്നെ ഒരു ദിശാബോധം ലഭിച്ചത് ഈ കേരളവർമ്മയിലെ സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ്. ഇവിടുന്ന് കിട്ടിയ അറിവും അനുഭവം എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്ററിയിലൂടെ പറഞ്ഞു തീർക്കാവുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. ഇവിടുത്തെ അധ്യാപകരിൽ നിന്ന് കിട്ടിയ അറിവ്, അനുഭവങ്ങൾ, അതുപോലെ അനധ്യാപകരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഇവിടുത്തെ പാവപ്പെട്ട ഹോസ്റ്റൽ ജീവനക്കാരടക്കം അവരുടെ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള അനുഭവങ്ങൾ, അറിവുകൾ, അതിൽ വിദ്യാർത്ഥികളിൽ നിന്നും അതുപോലെ എല്ലാ രംഗത്തു നിന്നും ലഭിച്ച അറിവുകൾ ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. ഇത് പഴയ ഓഫീസ്. അതിനേക്കാളേറെ മുൻപ് രാജാവ് പാർത്തിരുന്നിടം. രാജകീയതയുടെ അവസാന അടയാളം ഇവിടെ ഈ കൊട്ടാരം മാത്രമാകുന്നു. കേരളീയവും പാശ്ചാത്യവുമായ ശില്പമാതൃകയുടെ മിഴിവാർന്ന രൂപമായിരുന്നു ഇതിന്.
കോളേജ് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിൽ പണമിടപാട് നടന്നിരുന്നത് ഇവിടെയാണ്. ഈ പിരിയൻ മരഗോവണിയും രാജകീയ മുദ്രയുടെ ശംഖും ബുദ്ധൻ്റെ മുഖച്ചാർത്തിളഞ്ഞ വാതിലും മാത്രം മതി കൊട്ടാരത്തിൻ്റെ ശില്പവൈഭവം ബോധ്യപ്പെടാൻ. ഇവിടെയായിരുന്നു പ്രിൻസിപ്പാളിൻ്റെ ഔദ്യോഗിക മുറി. ഇവിടുത്തെ കിളിവാതിലിലൂടെ നോക്കിയാൽ ക്യാമ്പസിൻ്റെ എല്ലാ ഭാഗവും പ്രിൻസിപ്പാളിന് ദൃശ്യമാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കണ്ണെത്തും ദൂരങ്ങളെല്ലാം വിശുദ്ധ ഇടങ്ങളായി പരിഗണിക്കപ്പെട്ടു. പഴയ റോമൻ ചിത്രകലാ പാരമ്പര്യത്തിൻ്റെ ഈ പകർപ്പുകൾ ഇന്നും കാലപ്പഴക്കമില്ലാതെ നമ്മെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നിത് പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓഫീസ് പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് വിശാലമായ ഈ തളത്തിലായിരുന്നു. ഇന്നിത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റായി പ്രവർത്തിക്കുന്നു. കോളേജ് ആരംഭിച്ച ഘട്ടത്തിൽ ഭാഷാധ്യാപനം നടന്നിരുന്ന കൊട്ടാരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഇന്ന് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റായി പ്രവർത്തിക്കുന്നു. കൊട്ടാരത്തിൻ്റെ മച്ചിലേക്കും താഴെ അറയിലേക്കുമുള്ള സഞ്ചാരം ഇവനിലൂടെയായിരുന്നു. മച്ചും അറകളും ചെറുജീവികളുടെ വിഹാരകേന്ദ്രമായി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഇതൊരു കൊട്ടാരമായി അനുഭവപ്പെടുന്നത് അവർക്ക് മാത്രമാകാം. ആനകൾക്ക് പോലും കടന്നുപോകാൻ വിസ്തൃതമായ ഇടനാഴിയുള്ള വലിയൊരു പൂമുഖം ഈ കൊട്ടാരത്തിനുണ്ടായിരുന്നു. കാലപ്പഴക്കത്താൽ അത് പൊളിച്ചു നീക്കിയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ഗൃഹാതുരത നിറഞ്ഞ വലിയൊരു ഓർമ്മയാണ്. ഈ ആൽമരവും ഈ മണ്ണും വൈരുദ്ധ്യം നിറഞ്ഞ കാഴ്ചകൾ നിറയെ കണ്ടിട്ടുണ്ടാകാം. രാജകീയതയുടെ പ്രതാപകാലത്ത് കാറ്റുപോലും ഇലയനക്കാൻ ഭയപ്പെട്ടിരുന്ന ഈ പഴയ കൊട്ടാരമുറ്റം പിൽക്കാലത്ത് കോളേജ് ഓഫീസായപ്പോൾ അവകാശങ്ങൾക്കായുള്ള വൃത്തവും ഛന്ദസ്സുമില്ലാത്ത മുദ്രാവാക്യങ്ങളാൽ പ്രതിഷേധമുഖരിതമായി. എത്രയെത്ര കണ്ടങ്ങളിൽ നിന്ന് ഉയർന്ന ശബ്ദങ്ങൾ, വാനിലേക്ക് വീര്യത്തോടെ ഉയർത്തപ്പെട്ട അനേകമനേകം ചുരുട്ടിയ മുഷ്ടികൾ, ചോര വീഴ്ത്തിയ വിദ്യാർത്ഥി സംഘടനകൾ, എല്ലാറ്റിനും ഒരു കാഴ്ചക്കാരന് നിസ്സംഗതയോടെ ഈ ആൽമരം, ഈ കൊട്ടാരം. അന്നത്തെ വിദ്യാർത്ഥി സംഘടനകളുടെ സ്വഭാവം ഓർമ്മകൾ ഉണ്ടായിരുന്നവർ പറയുന്നു. സംഘടനകളൊക്കെ ഉണ്ടാകുമ്പോൾ മിക്കവാറും ഞാൻ ഓർക്കുന്നത് ഈ ലേഡീസ് ഹോസ്റ്റലിന് മുമ്പിലാണ് ഈ സംഘടനകളൊക്കെ ഉണ്ടാകുന്നത്. പെൺകുട്ടികൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ അവിടെ വന്ന് നിൽക്കുന്നില്ല. അപ്പോൾ ഒരു ഹീറോ ആയിട്ടാണ് ഈ തമ്മിൽ തല്ലുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാർ വലിയ ഹീറോ ആണ്. അവരിവിടെ തല്ല് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ദിവസം ഓപ്പണായിട്ട് അവിടെ പ്രസംഗിക്കുകയുണ്ടായി. നിങ്ങൾ ഇവിടെ തല്ല് നടക്കുമ്പോൾ വന്ന് ഇവരെ ഒരു ഹീറോ വർഷിപ്പ്, കടത്തനാടൻ സ്റ്റൈലിൽ തല്ലുന്നവരെ ഒരു ഹീറോ വർഷിപ്പിൽ നോക്കി കാണരുത്. നിങ്ങൾ ആരും സംഘടനത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്, ഇവിടെ വന്ന് ഇത് കാണുകയും ചെയ്യരുതെന്ന് ഞാനൊരു തവണ അവിടെ സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നു കേരളവർമ്മയുടെ പുതിയ ഓഫീസ്. ഇടതുഭാഗത്തായി പ്രിൻസിപ്പാളിൻ്റെ ഔദ്യോഗിക മുറിയും വലതുഭാഗത്തായി കോളേജ് ഓഫീസും പ്രവർത്തിക്കുന്നു. പാണ്ഡിത്യവും ലാളിത്യവും സമ്മേളിച്ച കേരളവർമ്മയിലെ ആദ്യകാല പ്രിൻസിപ്പാൾമാർക്കിടയിൽ കവിതിലകൻ പി ശങ്കരൻ നമ്പ്യാരെ വ്യതിരിക്തനാക്കുന്നത് അദ്ദേഹം പ്രദർശിപ്പിച്ച അനിതര സാധാരണമായ ഭരണ നൈപുണ്യവും അധ്യാപന വൃത്തിയോടുള്ള അടങ്ങാത്ത തൃഷ്ണയുമാണ്. പ്രിൻസിപ്പൽ പദവി ഒഴിഞ്ഞ് ഇംഗ്ലീഷ് അധ്യാപനത്തിലേക്ക് തിരിഞ്ഞ അദ്ദേഹം പ്രതിഫലമൊന്നും പറ്റാതെയാണ് ഇവിടെ സേവനം അനുഷ്ഠിച്ചത്. മലയാള ഭാഷയിൽ കേരള പാണിനിക്കൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ട ബഹുഭാഷാ പണ്ഡിതനായ പി ശങ്കരൻ നമ്പ്യാരുടെ സ്മരണ നിലനിർത്താൻ അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഫൗണ്ടേഷനും സെമിനാർ ഹാളും ഏറെക്കാലത്തിനു ശേഷം മാത്രമേ ആരംഭിക്കാനായുള്ളൂ എന്നത് ഖേദകരമായ വസ്തുതയായി അവശേഷിക്കുന്നു. പണ്ട്, അതായത് 50കളിലെയും 60കളിലെയും തലമുറയ്ക്ക് ജൂനിയർ ക്ലാസ്സുകൾ എന്നാൽ പ്രീ യൂണിവേഴ്സിറ്റി പഠനമായിരുന്നു. പിന്നീട് വന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ 70കളിലെ തലമുറയ്ക്ക് സമ്മാനിച്ചത് പ്രീ ഡിഗ്രി എന്ന മോശമല്ലാത്ത ഡിഗ്രി കോഴ്സാണ്. മറ്റേതൊരു കലാലയത്തെയും പോലെ കേരളവർമ്മയെയും ശബ്ദമുഖരിതമാക്കിയത് നിഷ്കളങ്കതയുടെ സൂത്രപ്പണികൾ കൊണ്ട് ഓർത്തോർത്തു വയ്ക്കാൻ സംഭവബഹുലമായ നിരവധി മുഹൂർത്തങ്ങൾ സമ്മാനിച്ചത് പ്രീ ഡിഗ്രിക്കാരായിരുന്നു. കേരളവർമ്മയിലേക്ക് എത്തുന്ന ആരെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുന്ന ഈ കെട്ടിടം പ്രീ ഡിഗ്രി ബ്ലോക്ക് എന്നറിയപ്പെട്ടു. 1970കളിൽ കേരളത്തിൽ ആദ്യമായി ഇവിടെ ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തി. അതുകൊണ്ട് കേരളവർമ്മയുടെ സൂര്യൻ നേരത്തെ ഉണരുകയും വൈകി മാത്രം പടിഞ്ഞാട്ട് ചായുകയും ചെയ്തു. കേരളവർമ്മയുടെ പകലുകൾക്ക് നീളം കൂട്ടിയ ധാവണിക്കാരുടെയും ഒറ്റമുണ്ടിലേക്ക് കയറ്റം കിട്ടിയവരുടെയും സ്വപ്നങ്ങൾ, വേദനകൾ എല്ലാം ഇവിടുത്തെ വായുവിൽ അലിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ക്യാമ്പസ് എന്നാൽ എണ്ണത്തിൽ പകുതിയോളം വരുന്ന പ്രീ ഡിഗ്രിക്കാരുടേതായിരുന്നുവെന്ന് പറയാം. ഹൈസ്കൂൾ ക്ലാസ്സിലെ ചൂരൽവടിയുടെ അച്ചടക്കത്തിൽ നിന്നും ശബ്ദായമാനമായ സ്വാതന്ത്ര്യത്തിലേക്ക് എടുത്തെറിയപ്പെട്ട പ്രീ ഡിഗ്രിക്കാർ തീർത്ത ലോകങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെടലിൻ്റെ വേദനയാകുന്നു. തിയേറ്ററുകളിലെ ഉച്ചപ്പടങ്ങൾക്ക് തിരക്കുകൂട്ടുന്നവർ, ഊട്ടിയിലെ ഏതോ മരച്ചുവട്ടിൽ ആദ്യമായി ആർത്തിയോട് ആസ്വദിക്കുന്ന ബീഡിപ്പുകച്ചുരുളുകൾ, സ്വന്തം കൈപ്പടയിൽ പ്രണയിനിക്കെഴുതുമ്പോൾ
സ്വയം എടുത്തണിയുന്ന മഹാമൗനത്തിൻ്റെ ഗൗരവം, പ്രകടനങ്ങളിൽ ഏറ്റവും ഉച്ചത്തിലുള്ള മുദ്രാവാക്യം വിളികൾ എല്ലാം ഇന്ന് വിസ്മൃതിയിലാണ്ടിരിക്കുന്നു. 2001 മാർച്ച് മാസത്തിൽ അവസാനത്തെ പ്രീ ഡിഗ്രി ബാച്ചും കലാലയങ്ങളിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ അറുത്തുമാറ്റപ്പെട്ടത് ഒരു കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങളാകുന്നു. കേരളവർമ്മയിലെ മുണ്ടുടുത്ത ചേട്ടന്മാരും സാരി ഉടുത്ത ചേച്ചിമാരും ഗൗരവഭാവേന ക്ലാസ് മുറികളിലിരുന്ന് കാലം കഴിച്ചത് ഇവിടെയാണ്. ഇത് കേരളവർമ്മയുടെ PG ബ്ലോക്ക്. പിസാഗോപുരത്തിന് ഒരു ചെരുവ് അഴകായെങ്കിൽ PG ബ്ലോക്കിൻ്റെ 2 ചെരുവുകൾ നമ്മെ ഉത്കണ്ഠാകുലരാക്കുന്നു. കേരളീയമായ പാർപ്പിടമുദ്രകൾ നിറഞ്ഞ കേരളവർമ്മയ്ക്ക് PG ബ്ലോക്ക് വാസ്തുശില്പപരമായി ഒരു കരിവിളക്കാകുന്നു. ഇവിടുത്തെ ചിലർ അടുക്കടുക്കായി പുസ്തകങ്ങൾ നെഞ്ചിൽ ചുമന്ന് നടന്നു. ചിലരാകട്ടെ പടികൾ കയറിയതുപോലുമില്ല. 4 നൂറ്റാണ്ടിനിപ്പുറമാണ് PG ബ്ലോക്ക് പണികഴിപ്പിച്ചത്. കേരളവർമ്മയിലെ ആദ്യ തലമുറ ഇവിടുത്തെ ക്ലാസുകളെ ലായം ബ്ലോക്ക് എന്ന് വിളിച്ചു. ലായം ബ്ലോക്ക് എന്നാൽ രാജാവിൻ്റെ കുതിരാലയം തന്നെ. പടയൊരുക്കങ്ങളും പടയോട്ടങ്ങളും വിസ്മൃതിയിലാണ്ടെങ്കിലും പനമ്പട്ടകളിൽ വെയിൽ കത്തുന്ന ഉച്ചകളിൽ നനുത്ത ശബ്ദത്തിൽ ഇവിടെ കുളമ്പടികൾ ഉയരുന്നുണ്ട്. ധൈഷണിക യൗവനത്തിൻ്റെ കാന്തിത്തുടുപ്പിൻ്റെ ഒച്ചകൾ. കേരളവർമ്മയുടെ മുഖച്ഛായ മാറ്റത്തിൻ്റെയും വികസനത്തിൻ്റെയും തെളിവാണ് ഇന്ന് നാം കാണുന്ന ലൈബ്രറി. പഴയ കെട്ടിടത്തിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ മുകൾ വശത്തായി 2002-2003 അധ്യയന വർഷം മുതൽ വിശാലമായ ലൈബ്രറി പ്രവർത്തിച്ചു വരുന്നു. ഒരു പ്രപഞ്ചത്തിൻ്റെ അക്ഷരക്കുറിപ്പുകൾ കേരളവർമ്മയുടെ ഈ പുസ്തകക്കടലിൽ ഒളിഞ്ഞിരിക്കുന്നു. സാഹിത്യം, ശാസ്ത്രം, തത്വചിന്ത, ചരിത്രം, രാഷ്ട്രീയം എന്നീ വ്യത്യാസങ്ങളില്ലാതെ പരന്ന വായനക്കാരായിരുന്നു ഒരു കാലത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും. പഠിക്കുന്ന വിഷയത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന വായനയുടെ പ്രതിസന്ധിയാണ് മറ്റെല്ലാ കോളേജ് ലൈബ്രറികളെയും പോലെ കേരളവർമ്മയുടെ ഈ പുസ്തകപ്പുരയ്ക്കും പറയാനുള്ളത്. MTയെയും മുകുന്ദനെയും മാധവിക്കുട്ടിയെയും തെരഞ്ഞെത്തുന്ന തുടക്കക്കാരും വായനയുടെ നിറഭേദങ്ങളിൽ വിസ്മയത്തോടെ OV വിജയനിലേക്കും VKNിലേക്കും ചേക്കേറുന്ന നിത്യസന്ദർശകരായ ഒരു ചെറിയ കൂട്ടവും മാത്രം ഇവിടെ അവശേഷിക്കുമ്പോൾ പുസ്തകങ്ങളുടെ പുതുമണം പോലും ആസ്വദിക്കാനാവാതെ ലൈബ്രറിയെ പുറമേ നിന്നു മാത്രം നോക്കിക്കാണുന്ന പുതിയ തലമുറയിലെ ഒരു വലിയ വിഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന കാഴ്ച കണ്ട് പൂർവ്വസൂരികളായ നമ്മുടെ എഴുത്തുകാർ ലൈബ്രറി ഷെൽഫിലെ തങ്ങളുടെ പുസ്തകങ്ങളിലിരുന്ന് ചിരിക്കുന്നുണ്ടാകും. ശ്രീ കേരളവർമ്മ കോളേജ് മിസലിനി എന്ന പേരിൽ ആദ്യ വർഷത്തിൽ തന്നെ കോളേജ് മാഗസിനും പ്രവർത്തനം ആരംഭിച്ചു. 1970 മുതൽക്കാണ് ശ്രീ കേരളവർമ്മ കോളേജ് മാഗസിൻ എന്ന പേര് സ്വീകരിച്ചത്. എല്ലാ അർത്ഥത്തിലും വിദ്യാർത്ഥികളുടേത് മാത്രമായ ഒരു മാഗസിൻ എന്ന വീക്ഷണം ക്യാമ്പസുകളിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത് KK ഹിരണ്യൻ എഡിറ്റ് ചെയ്ത് 1975 കേരളവർമ്മയിൽ പുറത്തിറങ്ങിയ മാഗസിനോടുകൂടിയാണ്. കോളേജ് അധികാരികളെ വാനോളം പുകഴ്ത്തുന്നതും ചൂഷണം നിറഞ്ഞ സാമൂഹിക അവസ്ഥയോട് സന്ധി ചെയ്യുന്നതുമായ മാനസികാവസ്ഥയിൽ നിന്ന് അധികാരികൾ കൽപ്പിച്ചു നൽകുന്ന വിഷയങ്ങളിൽ ഒതുങ്ങിപ്പോകാതെ ഈ തെരുവുകളിലെ രക്തം കാണൂ എന്ന് ഉദ്ബോധിപ്പിച്ച നിരൂതയും, പട്ടിണിയായ മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ എന്നെഴുതിയ ബ്രത്തും, കാമുവും കാഫ്കയും മാർക്വിസും, മാജിക്കൽ റിയലിസവും ലാറ്റിൻ അമേരിക്കൻ ഗാഥകളും, അടിയന്തരാവസ്ഥയുടെ കറുത്ത മുഖവും, ഡൽഹിയിലെയും ബോംബെയിലെയും ചേരികളുടെ കഥകളും മാഗസിനിൽ നിറയാൻ തുടങ്ങിയത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. VG തമ്പിയും രാവുണ്ണിയും എഡിറ്റ് ചെയ്ത മാഗസിനുകൾ പിന്നീട് ഏറെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. മാഗസിൻ എഡിറ്റ് ചെയ്തതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടവരുടെ എണ്ണം കൂടുതലാണെങ്കിലും കേരളവർമ്മയിൽ 1985 എഡിറ്ററായിരുന്ന കവി KR ടോണിയോളം പീഡനമനുഭവിച്ചവർ വിരളമാണ്. ധിക്കാരിയായ ഒരു പ്രിൻസിപ്പാളിൻ്റെയും അധികാരികളുടെയും ആഗ്രഹ അതിരേകങ്ങൾക്ക് എതിരായതിനാലാവണം ഈ എഡിറ്റർ ഒന്നുമല്ലാതായി പോയവരുടെ പട്ടികയിൽ ഇടം തേടിയത്. ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവനെങ്കിലും ഭാഷയുടെയും പ്രതിരോധത്തിൻ്റെയും കനൽ ചീളുകളുമായി KR ടോണി ഇവിടെ തന്നെയുണ്ട്. കേരളവർമ്മയുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായി. അക്കാലത്ത് ഇവിടെ നടന്ന ഒരു പ്രധാനപ്പെട്ട സമരമാണ് ഊട്ടിയിലെ മരം വെട്ടിന് എതിരെ നടന്ന സമരം. അതിൻ്റെ പേരിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതികാര നടപടികളുണ്ടായി. അത് എൻ്റെ MAയുടെ സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റുകൾ, TC കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എല്ലാം തടഞ്ഞു വെച്ചു. അതിൻ്റെ പേരിൽ എനിക്ക് പല സ്ഥലങ്ങളിലും അഡ്മിഷൻ സാധ്യമല്ലാതായി. ഞാൻ ആ വർഷം റാങ്കോട് കൂടിയിട്ടാണ് പാസ്സായത്, സെക്കൻഡ് റാങ്കോട് കൂടി പാസ്സായി. പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കാരണം എനിക്ക് മറ്റൊരു കോഴ്സിന് തുടർന്ന് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയായി. മേശപ്പുറത്ത് കശക്കി എറിഞ്ഞിട്ട ചീട്ടുകളിൽ പുള്ളികളോട് തോന്നുന്ന ഒരു തോന്നലാണ് എനിക്കിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സമരബോധത്തെ ജ്വലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗുജറാത്തിൻ്റെ ഉണങ്ങാത്ത മുറിപ്പാടിനായി സമർപ്പിച്ച പച്ചയും 1000-ലധികം കവർ ചിത്രങ്ങളുമായി പുറത്തിറങ്ങിയ ലിറ്റിൽ ബോയും അടുത്തയിടെ ഏറെ ചർച്ച ചെയ്യുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്ത മാഗസിനുകളാണ്.
ഇന്നും കേരളവർമ്മയുടെ കരുത്താർന്ന എഴുത്തിനും ചിന്തയ്ക്കും വേണ്ടി എവിടെയൊക്കെയോ കാത്തിരിപ്പുകളുണ്ട്. ഒരു ചെറു തീപ്പൊരി മതിയല്ലോ എല്ലാം ചുട്ടുചാമ്പലാക്കുവാൻ. കേരളവർമ്മയുടെ എക്കാലത്തെയും വലിയ മേൽവിലാസങ്ങളിലൊന്ന് അതിൻ്റെ സാഹിത്യമായിരുന്നു. പല യുഗപരിവർത്തകരുടെയും ആദ്യ തട്ടകമായ കേരളവർമ്മ അടച്ചുകെട്ടലില്ലാത്ത സർഗയുഗങ്ങളിൽ മലയാളത്തെ ഇളക്കിമറിച്ചു. പുരോഗമന സാഹിത്യം എന്തെന്ന ചർച്ചയിൽ, ആധുനികത എന്തെന്ന വിലയിരുത്തലിൽ, ഉത്തരാധുനികത എന്തെന്ന തേടലിൽ കേരളവർമ്മ മുമ്പേ നടന്നു. KP നാരായണപിഷാരോടി, NV കൃഷ്ണവാര്യർ, P ശങ്കരൻ നമ്പ്യാർ, അകവൂർ നാരായണൻ, P നാരായണമേനോൻ, V അരവിന്ദാക്ഷൻ, KP ശങ്കരൻ എന്നിവരെല്ലാം അടങ്ങുന്ന സാഹിത്യാധ്യാപകരായിരുന്നു കേരളവർമ്മയുടെ ബാല്യകൗമാരങ്ങളിൽ ഇവിടെ എത്തിയ വിദ്യാർത്ഥികളിൽ നിന്ന് സാഹിത്യപ്രേമികളെ കണ്ടെത്തിയതും കൈപിടിച്ച് നടത്തിയതും. സാഹിത്യ പ്രതിഭകളുടെ ഒന്നാം തലമുറയെ അടയാളപ്പെടുത്തിയവരിൽ മലയാളത്തിൻ്റെ സാഫല്യമായ കക്കാട്, ആധുനിക കവിതയുടെ യുഗപുരുഷനായ മാധവൻ അയ്യപ്പത്ത്, ഭാവഗാനങ്ങളുടെ തമ്പുരാനായ യൂസഫ് അലി കേച്ചേരി, ബാലസാഹിത്യത്തിൻ്റെ മയിൽപീലിക്കണ്ണായ CG ശാന്തകുമാർ, നാടോടിത്തനമയുടെ സമ്പൂർണ്ണ തിരിച്ചറിവായ ചുമ്മാർ ചൂണ്ടൽ, TK വടതല, APP നമ്പൂതിരി എന്നിവർ ഉൾപ്പെടുന്നു. 60കളുടെ അവസാനത്തിൽ കേരളവർമ്മയിലെ സാഹിത്യത്തിൻ്റെ രണ്ടാം തലമുറ ആധുനികതയുടെ തീവ്രതരംഗങ്ങൾ അതേ ആവേശത്തോടെ ഏറ്റുവാങ്ങുകയുണ്ടായി. കേരളവർമ്മയിലെ മലയാളം MA വിദ്യാർത്ഥിയും ആധുനികതയുടെ ഗന്ധർവനുമായ മേതിൽ രാധാകൃഷ്ണൻ്റെ സൂര്യവംശം എന്ന നോവൽ ക്യാമ്പസുകളിൽ ഭാവുകത്വ വിസ്ഫോടനം തന്നെ സൃഷ്ടിച്ചു. ഇന്നും സജീവമായ അക്ബർ കക്കട്ടിൽ, തമാശയുടെ മഹാസമുദ്രമായ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, KPC അനുജൻ, S ഭാസുരചന്ദ്രൻ, ആദ്യത്തെ ഇല്ലൻ്റ് മാഗസിൻ്റെ ഉപജ്ഞാതാവായ NT ബാലചന്ദ്രൻ, കൂടാതെ E സന്തോഷ് കുമാർ, രാവുണ്ണി, VG തമ്പി, ഹിരണ്യന്ത്രയങ്ങളും ഉൾപ്പെടുന്ന രണ്ടാം തലമുറയിലെ അവസാന കണ്ണിയാണ് നിശിതമായ നർമ്മത്തിൻ്റെ വിമർശന ശക്തി കൊണ്ട് കവിതയിലെ തീവ്ര സാന്നിധ്യമായ KR ടോണി. ബിലു C നാരായണൻ, K രേഖ, K ഗിരീഷ് കുമാർ, ഭാസി പങ്ങിൽ, പ്രവീൺ കുമാർ, അനൂപ് MR എന്നിവരിലൂടെ പൂർത്തിയാകാത്ത മൂന്നാം തലമുറയാണ് മലയാളത്തിൻ്റെ നിലത്തെഴുത്തിൽ കേരളവർമ്മയുടെ വർത്തമാന അടയാളപ്പെടുത്തലുകൾ. സാഹിത്യത്തിൻ്റെ ക്യാൻവാസിൽ നിരവധി പൊളിച്ചെഴുത്തലുകൾ നടന്ന 60കൾക്കൊടുവിൽ സമാന്തര സാഹിത്യ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു നിര തന്നെ കേരളവർമ്മ കേരളത്തിന് നൽകി. കൽപ്പറ്റയുടെ പാഥേയവും MV സുരേന്ദ്രനും NV ഗോപിനാഥും ചേർന്ന് നടത്തിയ സംവേദനവും, VG തമ്പിയുടെ രസനയും, സനൽദാസിൻ്റെ നാവും, സുനിൽകുമാറിൻ്റെ ദൃശ്യയും, PS മുരളിയുടെ പുഴുവും തുടങ്ങി അനേകം തുടിക്കുന്ന പരീക്ഷണങ്ങളാണ് കേരളവർമ്മയുടെ സാഹിത്യ ലാബിൽ നടന്നത്. അടിയന്തരാവസ്ഥയോടുള്ള കേരളവർമ്മയുടെ പ്രതിഷേധം പേരിനെങ്കിലും പുറത്തു വന്നതും സാഹിത്യരൂപത്തിൽ മാത്രമായിരുന്നു. ഹോസ്റ്റൽ റൂമുകളിലെ ചുമരുകളിലും ക്യാമ്പസിലെ മരത്തടികളിലും ഇടനാഴികളിലും കുറിക്കപ്പെട്ട വരികളിൽ, വാക്കുകളിൽ കേരളവർമ്മയുടെ പ്രതിഷേധം ഒതുങ്ങിപ്പോയി. ഒരു കാലത്ത് കേരളവർമ്മയിലെത്താത്ത സാഹിത്യകാരന്മാർ ആരും ഉണ്ടായിരുന്നില്ല. 1980-ൽ വൈഖരി എന്ന പേരിൽ സാഹിത്യ പ്രണയികളുടെ ഒരു സംഘടനയ്ക്ക് തന്നെ കേരളവർമ്മ ജന്മം നൽകി. ആദ്യ കൺവീനറായ PV കൃഷ്ണൻ നായരുടെ ആഭിമുഖ്യത്തിലും തുടർന്നും ചൊൽക്കാഴ്ചകളും സാഹിത്യ ക്യാമ്പുകളും സംവാദങ്ങളും കേരളവർമ്മയുടെ രാപ്പകലുകളെ സമ്പന്നമാക്കി. വൈഖരിയുടെ അതിഥികളായി തലമുറകളുടെ അന്തരമില്ലാതെ സാഹിത്യകാരന്മാരും സാഹിത്യ ആസ്വാദകരും ഇവിടേക്ക് ഒഴുകിയെത്തി. കേരളത്തിലെ മറ്റൊരു ക്യാമ്പസും ധൈര്യപ്പെടാത്ത സാഹസികമായൊരു പ്രസാധന സംരംഭത്തിന് വൈഖരിയിലൂടെ കേരളവർമ്മ ധൈര്യപ്പെടുന്നതും അക്കാലത്തായിരുന്നു. കേരളവർമ്മയിലെ കഥാകൃത്തുക്കളുടെയും കവികളുടെയും 2 സമാഹാരങ്ങളടക്കം അന്നത്തെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന രാവണ്യയുടെ 15 മുറിവുകൾ എന്ന കവിതാ സമാഹാരത്തിനും വൈഖരിയിലൂടെ കേരളവർമ്മ ജന്മം നൽകി. ഇടയ്ക്കെപ്പോഴോ നിലച്ചുപോയ വൈഖരിയുടെ സായന്തനങ്ങളെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് കേരളവർമ്മയിലെ നിറഞ്ഞ സാന്നിധ്യമായിരുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ചുംബനത്തിന്റെ ആവിഷ്ടമാം പരിരംഭണത്തിന്റെ ആനന്ദ നാഴിക, ഉജ്ജ്വലിപ്പൂ വിളക്കുമാടം പോലെ അർദ്ധരാത്രി ആ മന്ത്രനാഴിക. 1977 കേരളവർമ്മ കോളേജിൽ ഞാൻ വരുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രബുദ്ധമായ കലാലയങ്ങളിൽ ഒന്നാണ് കേരളവർമ്മ. എക്കാലത്ത് രാഷ്ട്രീയവും സാംസ്കാരികവുമായ പ്രബുദ്ധത, ഇത്രയും സജീവമായ കലാലയങ്ങൾ നമ്മുടെ നാട്ടിൽ വിരലെണ്ണാവുന്നവ പോലും ഇന്നില്ല. ഇപ്പോഴും ആ പാരമ്പര്യം കേരളവർമ്മ നിലനിർത്തുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്, വിശ്വാസം. ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും
സാഹിത്യത്തെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിലും എനിക്ക് കേരളവർമ്മ കോളേജും ഇവിടുത്തെ അന്തരീക്ഷവും ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ആയ സുഹൃത്തുക്കളും നൽകിയ പ്രചോദനം വളരെ വലുതാണ്. ഇപ്പോഴും അതുകൊണ്ട് എന്തെങ്കിലും ഒരവസരം കിട്ടിയാൽ ഞാൻ കേരളവർമ്മയിൽ വരുന്നു, ഇവിടുത്തെ അന്തരീക്ഷത്തിൽ അല്പനേരം ചിലവഴിക്കുന്നു, ആ പ്രചോദനത്തിൻ്റെ ഊർജം സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. ഒരു ചുരുട്ടുകടലാസിൽ ക്ലാസ്സിനിടെ പിറന്നു വീണ റോക്കറ്റിൽ എഴുതപ്പെട്ടിരുന്നതും കേരളവർമ്മയുടെ സാഹിത്യത്തിൻ്റെ മറ്റൊരു രൂപമായിരുന്നു. പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ, വേദനയുടെ, ആനന്ദത്തിൻ്റെ, പ്രതിഷേധത്തിൻ്റെ, പ്രക്ഷുബ്ധതയുടെ, ഋതുക്കളുടെ എല്ലാം കണ്ണാടിയായി കേരളവർമ്മയുടെ സാഹിത്യം. മലയാള സാഹിത്യത്തിൻ്റെ ആകാശത്തിന് എന്ത് വലിപ്പമുണ്ടോ അത്ര തന്നെ പലപ്പോഴും അതിലേറെയും വലിപ്പം കേരളവർമ്മയുടെ ആകാശത്തിനുണ്ടായി. അതിലെ ഒടുവിലത്തെ മഴവില്ലാണ് കേരളവർമ്മ കണ്ടെടുത്ത ഏറ്റവും പുതിയ കവി M.R. അനൂപിൻ്റെ ഉഭയജീവിതം എന്ന കവിതാ സമാഹാരം. കാറ്റായി വന്നു നീ, കടലായിരമ്പിനി, കാറ്റായി വന്നു നീ, കടലായിരമ്പിനി, ഉണർവായി ഉയിരായി തീരാത്ത നിറവായി, നിലവിലൊരു പൂമ്പാറ്റ പകലായി, പലകുറി മൊഴിഞ്ഞൊരാവാക്കായി, പലകുറി മൊഴിഞ്ഞൊരാവാക്കായി. സാഹിത്യത്തിൽ സംഭവിക്കുന്നതിനെ അനുകരിക്കുകയല്ല കേരളവർമ്മ ചെയ്തത്. പലപ്പോഴും ഈ ക്യാമ്പസ് പുതിയ അന്വേഷണങ്ങളുമായി ഒരു ചൂട്ടും കത്തിച്ച് തനിച്ചു നടന്നു, ഒരു പ്രവാചകനെ പോലെ. കളിവിളക്കിൻ്റെ അരണ്ട മഞ്ഞ വെളിച്ചം നൽകുന്ന ദൃശ്യചാരുതയിൽ, ചുവരുകളിൽ തട്ടി പ്രതിധ്വനിക്കുന്ന മിഴാവിൻ്റെ മേളപ്പെരുക്കത്തിൽ, പ്രൗഢമായ സദസ്സിന് മുന്നിൽ അർജുനൻ്റെ യുദ്ധവീര്യങ്ങൾ, ഭീമൻ്റെ അട്ടഹാസങ്ങൾ, നളൻ്റെ വിപ്രലംബ ശൃംഗാരം, രാജഭരണക്കാലത്ത് കളിയരങ്ങിൻ്റെ വർണ്ണക്കാഴ്ചകളുടെ കൂത്തമ്പലം ഇതായിരുന്നു. ക്ലാസിക് കലയുടെ കേദാരത്തിൽ നിന്ന് ക്ലാസ് മുറിയായും പിന്നീട് കേരളവർമ്മയുടെ ഊട്ടുപുരയായും ഇത് മാറിയിരിക്കുന്നു. അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും തങ്ങളുടെ ഇടനേരങ്ങൾ ഒരു ചായക്കൊപ്പം ഇവിടെ സജീവമാക്കുന്നു. ബർഗറും പിസയും സാൻഡ്വിച്ചും കോളയും നിറയുന്ന വർത്തമാന ക്യാമ്പസ് ക്യാൻറ്റീനുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ പഴയ കൂത്തമ്പലം നാടൻ ഭക്ഷണങ്ങളുടെ രുചിഭേദങ്ങളൊരുക്കി നമ്മെ കാത്തിരിക്കുന്നു. കേരളവർമ്മ കോളേജിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ, കായികാധ്യാപകൻ MC രാധാകൃഷ്ണൻ മാഷ് ഒരു കത്ത് തന്നില്ലായിരുന്നുവെങ്കിൽ, ഞാനൊരു ചിത്രം വരക്കാരനോ കൊപ്രക്കച്ചവടക്കാരനോ ആയിപ്പോയേനെ. കേരളം കണ്ട എക്കാലത്തെയും മികച്ച ഫുട്ബോളർ CV പാപ്പച്ചൻ്റെ ഹൃദയത്തിൽ കൈവച്ചുള്ള ഓർമ്മക്കുറിപ്പാണിത്. ഞാൻ ആദ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വലിയൊരു ആഗ്രഹമായിരുന്നു കേരളവർമ്മ കോളേജിലൊരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്നുള്ളത്. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ സെവൻസ് കളിക്കാൻ ആ സമയത്ത് വരുന്ന സമയത്ത് കേരളവർമ്മ കോളേജ് താരങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് പറപ്പൂർ കളി കാണുന്നതിൻ്റെ ആൾക്കാർ കൂടുതലാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ഈ കോളേജിനുണ്ടായിരുന്നത്. കളിച്ച് വലിയ ഒരു ഇൻ്റർനാഷണൽ ലെവലാവണമെന്ന പോലെ ഒരു ജോലി കിട്ടണമെന്നുള്ള മോഹത്തിലൊന്നുമല്ല അന്ന് കളി തുടങ്ങിയത്. പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെലക്ഷനെ വിളിച്ചു. കേരളവർമ്മ കോളേജിൽ 2 പേര്, ഒന്ന് ബെന്നി, KF ബെന്നി, ഞാനും ടീമിൽ സെലക്ഷൻ കിട്ടി. അവിടെ നിന്നാണ് പിന്നെ കോളേജ്. അപ്പോഴേക്കും കോളേജിൽ വരുമ്പോഴേക്കും നമ്മളെ കോളേജിലത്തെ സ്റ്റൈലൊക്കെ മാറി. കാരണം അന്ന് കോളേജിൽ ആരാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ കളിച്ച് വന്നപ്പോഴേക്കും പിന്നെ ആ കൊല്ലം ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ഓൾ ഇന്ത്യ വിൻ ചെയ്തു. 85 തന്നെ എനിക്ക് അവിടെ ഓഫീസറായിട്ട് ജോലി കിട്ടിയപ്പോൾ ഞാൻ നേരെ കോളേജിൽ പോയി. കോളേജിൽ നേരെ പോലീസ് ടീമിൽ പോയി. എങ്കിലും ഞാൻ എപ്പോഴും ലീവ് കിട്ടുമ്പോഴും എല്ലാ പ്രാവശ്യവും വന്നാലും ഞാൻ ഒരു ദിവസം കോളേജിൽ വന്ന് എൻ്റെ പഴയ കൂടെ പഠിച്ച സുഹൃത്തുക്കളും എല്ലാവരും കണ്ട് ഉച്ചവരെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകാറില്ലായിരുന്നു. എൻ്റെ കൂടുതൽ സമയം അതിൽ ആ സമയത്ത് ഒരു 3 വർഷത്തോളം തന്നെ ഞാൻ ഈ ഗ്രൗണ്ടിൽ രാവിലെയും വൈകിട്ടൊക്കെ പ്രാക്ടീസ് ഉണ്ടായിട്ടുണ്ട്. കേരളവർമ്മ ഇങ്ങനെയെല്ലാമാണ്. പാപ്പച്ചനെയും ജോ പോളഞ്ചേരിയെയും പോലുള്ളവരെ കണ്ടെത്തി വളർത്തുകയായിരുന്നു കേരളവർമ്മ. കോളേജ് ആരംഭിച്ച കാലം തൊട്ടേ ഇവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. സ്പോർട്സ് ഹോസ്റ്റൽ സൗകര്യവും NDS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ND സുബ്രഹ്മണ്യം മാഷയും MC രാധാകൃഷ്ണൻ മാഷയും പോലുള്ള സമർപ്പിതമായ കായികാധ്യാപകരുടെ സാന്നിധ്യവും ഒത്തുചേർന്നപ്പോൾ അന്തർദേശീയവും ദേശീയവുമായ നിലവാരവും കായിക താരങ്ങളും കേരളവർമ്മയിൽ പിറന്നു വീഴുകയായിരുന്നു. NDSനോടുള്ള ആദരസൂചകമായി അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേരളവർമ്മയുടെ സ്റ്റേഡിയം അദ്ദേഹത്തിൻ്റെ പേരിൽ സമർപ്പിക്കപ്പെടുകയായിരുന്നു. ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, ഹോക്കി, ബോക്സിംഗ്, പവർ ലിഫ്റ്റിംഗ്, അത്ലറ്റിക്സ്, നീന്തൽ, അതെ, കേരളവർമ്മ ചരിത്രം രചിക്കുക തന്നെയായിരുന്നു. കായികരംഗത്ത്
കേരളവർമ്മയുടെ രഥവേഗം കൂടുന്നത് MC രാധാകൃഷ്ണൻ മാഷിൻ്റെ സാരഥ്യത്തിലായിരുന്നു. കേരളവർമ്മ കോളേജിൽ ഞാൻ വന്നത് 1956 ജൂൺ മാസത്തിലാണ്. ഞാൻ 1963 ജനുവരിയിലാണ് കേരളവർമ്മ കോളേജിൽ അധ്യാപകനായിട്ട് വന്നത്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് കോളേജിന് ഉണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ നല്ലോണം അറിയുന്നതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ വേണ്ട പരിപാടികൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഫുട്ബോൾ എന്ന കളിയിലാണെന്ന് വേണം പറയാൻ. കാരണം ഫുട്ബോൾ ആണ് ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിരുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡായിരുന്നു ഫുട്ബോൾ. 80കൾക്ക് ശേഷം കേരളവർമ്മ കോളേജ് പിന്നെ ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെയും കേരള സംസ്ഥാനത്തിലെയും ഏറ്റവും പ്രഗത്ഭമായ സ്പോർട്സ് കോളേജ് എന്നുള്ള പേര് കേരളവർമ്മ കോളേജിന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും നല്ല പുരുഷ വിഭാഗം സ്പോർട്സ് കോളേജ് എന്നുള്ള ആ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് 14 കൊല്ലം തുടർച്ചയായിട്ട് നേടുകയുണ്ടായി. ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ കളികളിലുള്ള അച്ചീവ്മെൻറ്റ്സ് മൂലം അവരുടെ ജീവിതോപാധി കണ്ടുപിടിക്കാനും നല്ല സ്ഥിതിയിലെത്താനും സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും വിദേശത്തും ധാരാളം കേരളവർമ്മയുടെ പഴയ കളിക്കാർ ഇന്ന് നല്ല സ്ഥിതിയിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഏറ്റവും ചാരിതാർത്ഥ്യകരമാണ്. 80കളുടെ തുടക്കം മുതൽ 90കളുടെ ആദ്യ പകുതി വരെയുള്ള സമയത്തെ സുവർണ കാലഘട്ടമെന്ന് വിശേഷിപ്പിച്ചാൽ അത് അതിശയോക്തിയാവില്ല. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കായിക താരങ്ങൾ കേരളവർമ്മയിലേക്ക് ഒഴുകിയെത്തി. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ മത്സരിച്ച് വിജയങ്ങൾ വാരിക്കൂട്ടി. അത്ലറ്റിക്സിൽ ഒളിമ്പ്യൻ രാമചന്ദ്രനെയും ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വിശ്വസ്തനായ NB പ്രദീപിനെയും ഇന്ത്യൻ പുരുഷ ബാസ്കറ്റ്ബോൾ ടീമിൻ്റെ മലയാളി ക്യാപ്റ്റന്മാരായ ജയശങ്കർ മേനോനെയും ആൽവിൻ ആന്റണിയെയും കായിക കേരളത്തിന് സമ്മാനിച്ചത് കേരളവർമ്മയായിരുന്നു. ചെസ് ഒളിമ്പ്യാഡിൽ പങ്കെടുത്ത NR അനിൽകുമാർ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അധ്യാപകനുമാണ്. നീന്തലിലും ഹാൻഡ്ബോളിലും നിരവധി ദേശീയ സംസ്ഥാന താരങ്ങളെ കേരളവർമ്മ സൃഷ്ടിച്ചു. ഹോക്കിയിൽ കേരളവർമ്മയുടെ വനിതാ താരങ്ങൾക്ക് എതിരാളികൾ ഇല്ലായിരുന്നുവെന്ന് തന്നെ പറയാം. പ്രീ ഡിഗ്രി വേർപെടുത്തൽ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ കേരളവർമ്മയുടെ കായികരംഗത്തെ പുറകോട്ടടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഹോക്കി ഉൾപ്പെടെ പല വിഭാഗങ്ങൾക്കും ടീമില്ലാതായിരിക്കുന്നു. സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിന് പുറകിൽ പണികഴിപ്പിച്ചിരുന്ന പെൺകുട്ടികൾക്കായുള്ള ബാസ്കറ്റ്ബോൾ കോർട്ട് വേദന നിറഞ്ഞ കാഴ്ചയാണിന്ന്. അതിരുകൾ ഇല്ലാത്ത കലയാണ് സ്പോർട്സ്. കേരളവർമ്മ അതിനെ പ്രണയിക്കുകയായിരുന്നു, ഒരു കാമുകൻ്റെ എല്ലാ വികാര തീവ്രതയോടും കൂടി. കോളേജിലേക്ക് എത്താനുള്ള പ്രധാന വീതിയിൽ വിസ്തൃതമായ മൈതാനത്തിനരികിലായി തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കോളേജ് ആരംഭിച്ച് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാണ് പണികഴിപ്പിച്ചത്. ശ്രീ കേരളവർമ്മ എന്ന മഹാരാജകീയ കലാലയത്തിൻ്റെ ശരീരഭാഷയിൽ ആൺകുട്ടികൾ പാർക്കുന്നിടം തീർത്ത രസതന്ത്രങ്ങൾ എത്രയോ വരും. മെൻസ് ഹോസ്റ്റൽ ഒരു ലാവണം തന്നെയായിരുന്നു. രാഷ്ട്രീയക്കാരുടെ, കവികളുടെ, കലാകാരന്മാരുടെ ശരിക്കും ഒരിടത്താവളം. 70കളുടെ അരാജകവാദവും ഹിപ്പീസവും ക്യാമ്പസുകളിൽ ഘനീഭവിപ്പിച്ച റാഗിംഗ് എന്ന മൃഗവാസനയെ ഹൃദയ സംവേദനങ്ങളിലൂടെ രാഷ്ട്രീയമായ ഉൾക്കരുത്തോടെ കേരളവർമ്മയുടെ ഹോസ്റ്റൽ അലിയിപ്പിച്ചില്ലാതാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പുതുവർഷക്കാരനും ഇവിടെ ആർപ്പുവിളികളാൽ തങ്ങളുടേതായ പറുദീസകൾ കണ്ടെത്തി. ആദ്യകാലങ്ങളൊഴിച്ചാൽ വാർഡൻ്റെ പട്ടാളച്ചിട്ടയുടെ തിരിശേഷിപ്പുകളൊന്നും മെൻസ് ഹോസ്റ്റലിൽ ഇല്ല. അതുകൊണ്ട് ഇവിടം സ്വതന്ത്രമാക്കപ്പെട്ട ഒരു പച്ചത്തുരുത്ത് പോലെ അനുഭവപ്പെട്ടു. ഖരദ്രാവക വാതക രൂപങ്ങളിൽ ലഹരി ക്യാമ്പസുകളെ കീഴ്പ്പെടുത്തിയപ്പോൾ മെൻസ് ഹോസ്റ്റൽ അതിനെ കുഴിവെട്ടി മൂടിയത് ഈ സ്വാതന്ത്ര്യം കൊണ്ടായിരുന്നു. ആദ്യകാലത്ത് നിരവധി അധ്യാപകർ ഇവിടുത്തെ അന്തേവാസികളായിരുന്നുവെങ്കിൽ ഇന്ന് പേരിനെങ്കിലും 1 or 2 അധ്യാപകർ മാത്രമാണ് ഇവിടെ പാർക്കുന്നത്. കേരളത്തിൻ്റെ കായിക ഭൂപടത്തിലേക്ക് കേരളവർമ്മ അതിവേഗം സഞ്ചരിച്ചതിന് പിന്നിൽ മെൻസ് ഹോസ്റ്റൽ നൽകിയ ഊർജം വളരെ വലുതായിരുന്നു. ഹോസ്റ്റലിൻ്റെ ഒരു ഭാഗം മുഴുവനായി സ്പോർട്സ് വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടാണ് നീക്കിവെച്ചത്. ഇവിടുത്തെ സ്നേഹസമ്പന്നരായ ജീവനക്കാരെ ഓരോ ഹോസ്റ്റൽ നിവാസിയും കാലമേറെ കഴിഞ്ഞാലും ഓർക്കും. കൊച്ചേട്ടൻ വിളമ്പിയതും ഇപ്പോൾ കുട്ടിമാമൻ വിളമ്പുന്നതും വെറും സാമ്പാറും രസവും തൈരുമല്ല, രക്ഷിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹമായിരുന്നു. സമയമാവിനികളെ തോൽപ്പിച്ച് ഒരു കാലഘട്ടം തന്നെ ഉറങ്ങിക്കിടക്കുന്ന ഓരോ ഹോസ്റ്റൽ റൂമിനും പറയാൻ കഥകൾ ഏറെയാണ്. വർഷാവർഷം വെള്ളപൂശലിൽ മാഞ്ഞുപോകുന്ന ഇവിടുത്തെ ചുമരുകളിലെ വരികൾ, വാക്കുകൾ, ചിത്രങ്ങൾ എല്ലാം വേദനയുടേതാണ്. തീർത്തും വേർപാടിൻ്റെ വേദന. ഓരോ പുതുവർഷക്കാരൻ്റെയും നിഴലാകുന്ന വരികൾക്കായി ഇവിടുത്തെ ചുമരുകൾ വെള്ളപൂശി കാത്തുകിടക്കുന്നു. കേരളവർമ്മയുടെ ഹൃദയസ്പന്ദമാവിനി എന്നാൽ മെൻസ് ഹോസ്റ്റലാകുന്നു. തലേന്ന് ഉറങ്ങാത്ത ഹോസ്റ്റൽ മുറികളിലെ ചൂട് നിറഞ്ഞ സംവാദങ്ങൾ, ചർച്ചകൾ,
അതുതന്നെയായിരുന്നു പിറ്റേന്ന് കേരളവർമ്മ ചിന്തിച്ചതും പ്രവർത്തിച്ചതും സമരാവേശമായി കത്തിപ്പടർന്നതും കളിയരങ്ങിലെ തീവ്ര മൗനമായതും ചൊൽക്കാഴ്ചകളിലെ കാവ്യരസങ്ങളായതും എല്ലാം ആദ്യത്തേതിൻ്റെ ബാക്കിപത്രം മാത്രം. കേരളവർമ്മയുടെ ആരംഭം ഒരു കോളേജിന് വേണ്ട എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളോടും കൂടി തന്നെയായിരുന്നു. കോളേജ് ആരംഭത്തിനൊപ്പം ലേഡീസ് ഹോസ്റ്റലും ആരംഭിക്കുകയുണ്ടായി. രാജവാഴ്ചയുടെ കാലത്ത് തമ്പുരാട്ടികൾ താമസിച്ചിരുന്നിടത്താണ് ലേഡീസ് ഹോസ്റ്റലും പ്രവർത്തനം ആരംഭിച്ചത്. ഒരു നാലുകെട്ടിൻ്റെ രൂപഭാവം തന്നെയാണ് പ്രധാന കെട്ടിടത്തിനുള്ളത്. വിശാലമായ നടുത്തളവും അനുബന്ധ ഭാഗങ്ങളും ഇന്നും വിസ്മയ കാഴ്ചകൾ തന്നെ. പെൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലം എന്നതിലുപരി കേരളവർമ്മയുടെ പെൺമനസ്സ് പ്രതിരോധത്തിൻ്റെയും താൻപോരിമയുടെയും പൊൻവെളിച്ചത്തിലേക്ക് ഓടാമ്പൽ തുറന്നത് ഇവിടെ നിന്നായിരുന്നു. ശരിയാണ്, അധികാരം അതിൻ്റെ എല്ലാ ഗർവുകളും പ്രദർശിപ്പിച്ച അടിയന്തരാവസ്ഥ കാലത്ത് മന്ത്രിപുങ്കവൻ്റെ സ്വീകരണത്തിൽ താലം പിടിക്കണമെന്ന ധാർഷ്ട്യത്തിന് കേരളവർമ്മയുടെ പെൺപോരിമ നിഷേധത്തിൻ്റെയും കൂസലില്ലായ്മയുടെയും അടയാളങ്ങൾ കാണിച്ചാണ് ഉറങ്ങിക്കിടന്നിരുന്ന വിദ്യാർത്ഥിക്കൂട്ടങ്ങളെ ഉണർത്തിയത്. യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥയോടുള്ള കേരളവർമ്മയുടെ പ്രത്യക്ഷ പ്രതികരണവും ഈ ലേഡീസ് ഹോസ്റ്റലിൽ നിന്നുള്ളത് മാത്രമായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് കേരളവർമ്മയുടെ ഇരവ് പകലുകളുടെ സജീവതയ്ക്കൊപ്പം ലേഡീസ് ഹോസ്റ്റലും ഉണ്ട്, പഴയ പലിശയുടെ ഭാരം പേറാതെ. തൃശ്ശൂർ നഗരസഭയുടെ ആദ്യ വനിതാ മേയറായ ശ്രീമതി ആർ ബിന്ദു ഇവിടെ ഇംഗ്ലീഷ് വിഭാഗത്തിലെ അധ്യാപികയാണ്. വേറിട്ടൊരു വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്ന ടീച്ചറിന് ക്യാമ്പസ് ഇന്നും ജ്വലിക്കുന്ന ഒരു ഓർമ്മ തന്നെയാണ്. 11 വർഷക്കാലം അധ്യാപിക എന്നുള്ള നിലയിൽ ക്യാമ്പസിൽ ഒരു മുഴുവൻ സമയ സാന്നിധ്യമായിരുന്നെങ്കിലും വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേരളവർമ്മയിൽ വന്നിരുന്നപ്പോഴുള്ള അനുഭവങ്ങളാണ് ഈ കോളേജിനെ സംബന്ധിച്ച് എൻ്റെ മനസ്സിലിപ്പോഴും പച്ച പിടിച്ച് നിൽക്കുന്നത്. കേരളവർമ്മയുടെ ഏറ്റവും സർഗാത്മകമായ കാലത്താണ് ഞാനും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകയാകുന്നത്. നാടകമായാലും സിനിമയായാലും സാഹിത്യമായാലും ഏത് രീതിയിലുള്ള സർഗാത്മക പ്രവർത്തനങ്ങളും സ്വതന്ത്രമായി നടത്താവുന്ന രീതിയിൽ ഏറ്റവും ക്രിയാത്മകമായ സംഘടിത പ്രസ്ഥാനങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നൊരു സാഹചര്യമായിരുന്നു. അത് ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകൾക്കും തന്നെ മാതൃകയാകാവുന്ന രൂപത്തിൽ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥികളുടെ അംഗീകൃത സംഘടിത പ്രസ്ഥാനമായിട്ട് യൂണിയനുകളെ മാറ്റുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് കേരളവർമ്മയിലെ യൂണിയനുകൾ പ്രവർത്തിച്ചിരുന്നത്. ഒരുപക്ഷെ പിൽക്കാലത്ത് ആ രീതിയിലുള്ള ഒരു സജീവ പങ്കാളിത്തം യൂണിയനുകൾക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ പിൽക്കാലത്തെ പാരമ്പര്യത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഒരു തുറന്ന സർഗാത്മകത എക്കാലത്തും ഈ ക്യാമ്പസിനുണ്ട്. വാസ്തവത്തിൽ ഈ ക്യാമ്പസിനോടുള്ള ആരാധന ബഹുമാനമൊക്കെ അതിൻ്റെ പിറകിലുണ്ടായിരുന്നു. എൻ്റെ അമ്മ പഠിച്ച ക്യാമ്പസാണിത്. കാലം മുതലുള്ള ഒരുപാട് സർഗധനരായ പ്രഗത്ഭർ ഇവിടെ പഠിച്ചതിൻ്റെ അനുഭവം കൃത്യമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സയൻസ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന ഇവിടമാണ് കേരളവർമ്മയിലെ ശാസ്ത്ര വിദ്യാർത്ഥികളുടെ കേദാരം. 1953-54 വർഷത്തിലാണ് കേരളവർമ്മയിൽ സയൻസ് ബ്ലോക്കുകൾ ആരംഭിക്കുന്നത്. കേരളവർമ്മയിലെ ശാസ്ത്ര വിഭാഗങ്ങൾ പരാമർശിക്കുമ്പോൾ NR രാമചന്ദ്ര അയ്യർ എന്ന അധ്യാപകനെ ഓർക്കാതിരിക്കുവാൻ വയ്യ. മദ്രാസ് പ്രസിഡൻസിയിലെ തന്നെ ഏറ്റവും ഖ്യാതി നേടിയ ശാസ്ത്ര അധ്യാപകനായിരുന്ന അദ്ദേഹമായിരുന്നു കേരളവർമ്മയിലെ ലബോറട്ടറികൾക്ക് അടിത്തറയിട്ടത്. ശാസ്ത്രം പഠിക്കുന്നവരെ കേരളവർമ്മയിലെ ഗുഹാനിവാസികളെന്ന് ഇവിടുത്തെ ആർട്സ് വിഭാഗക്കാർ അല്പം അസൂയ കലർന്ന പരിഹാസത്തോടെ വിളിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. ഗ്യാലറി ക്ലാസ്സുകളിൽ ബ്ലാക്ക് ബോർഡിലെ സൂത്രവാക്യങ്ങൾക്കും രാസവാക്യങ്ങൾക്കുമിടയിൽ കേരളവർമ്മയിലെ സമരനൃത്തങ്ങളെയും സർഗസൗന്ദര്യങ്ങളെയും തീക്ഷ്ണതയോടെ അനുഭവിക്കാൻ കഴിഞ്ഞില്ലെന്നത് ഇവർക്ക് വേദനയാണ്. എങ്കിലും ഇടയ്ക്ക് വീണ് കിട്ടുന്ന ഇത്തിരി പോകുന്ന ഇടവേളകളിൽ ഇവർ കേരളവർമ്മയുടെ മണ്ണിൽ ചവിട്ടാറുണ്ട്. ആൽത്തറകളിൽ നിന്ന് ആൽത്തറകളിലേക്ക് ഒഴുകി നീങ്ങാറുണ്ട്. ഇവർക്ക് തവളകളുടെ ഹൃദയമിടിപ്പിൻ്റെ താളങ്ങളിലേക്കും തൊട്ടാവാടിയുടെ കോശങ്ങളിൽ സംഭവിക്കുന്ന പരിണാമങ്ങളിലേക്കും മടങ്ങേണ്ടതുണ്ട്. പ്രാക്ടിക്കലുകൾ ഇല്ലാതെ ഒരു ശാസ്ത്രപഠനവും പൂർണ്ണമാകുന്നില്ലല്ലോ. കേരളത്തിൻ്റെ വാസ്തുവിദ്യാ പാരമ്പര്യം ലോകശ്രദ്ധയിലെത്തിച്ച കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായിരുന്നു. ഈ രംഗത്ത് പകരക്കാരനില്ലാത്ത അദ്ദേഹത്തെ രൂപപ്പെടുത്തിയതിൽ ഈ കലാലയം വഹിച്ച പങ്ക് നിസ്സീമമാണ്. ഞാൻ കേരളവർമ്മ കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യാൻ, അതായത് ലെക്ചറായി ജോലി ചെയ്യാനുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഒരു കണക്കിന് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല വ്യക്തികളായിട്ട് കൂടിക്കഴിയാം. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ MLA PKP വിശ്വനാഥൻ, അതേമാതിരി തേറമ്പിൽ രാമകൃഷ്ണൻ,
ഇങ്ങനെയുള്ളവരായിട്ടുള്ളൊരു എന്തായാലും അതൊക്കെ കാരണത്താൽ ഒരു പൊതുവായി പെരുമാറാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊതുജീവിതത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ നിലയ്ക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഏത് നിലയ്ക്കും എത്താനുള്ള സാഹചര്യം അവിടെ നിന്ന് ഉണ്ടായി തന്നെ പറയണം. അപ്പോൾ ആ സന്ദർഭത്തിൽ മാഷന്മാരായിട്ടും പിന്നെ അന്നത്തെ കാലത്ത് ഒരു എളുപ്പമുണ്ട്, സ്റ്റാഫ് റൂംസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്നിച്ചാണ്. അപ്പോൾ എല്ലാവരായിട്ട് ഏത് വിഷയത്തിലുള്ളവരായിട്ടും നമുക്ക് കൂടി കഴിയാനും ഒക്കെ കഴിയണ്ട. അങ്ങനെയാണ് ആ കോളേജ് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഒരു നല്ല അന്തരീക്ഷത്തോടു കൂടിയിട്ടുള്ള ആ കേരള കോളേജിലെ പഠിപ്പും അതുപോലെ തന്നെ അവിടെ ഉണ്ടായ പ്രവർത്തനവും എല്ലാം നന്നായി വന്നു എന്നാണ് പറയേണ്ടി വരിക. കേരളവർമ്മ കലാലയത്തിലെ അധ്യാപകർ പലരും അധ്യാപന രംഗത്ത് മാത്രമല്ല മറ്റ് നിരവധി സാമൂഹിക സാംസ്കാരിക മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ്. അങ്ങനെയുള്ളവർക്കിടയിൽ ഏറെ തിളക്കമേറിയ സാന്നിധ്യമാണ് സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ ഭാനുമതി ടീച്ചറുടെ. ക്ലാസ് മുറിയുടെ ചുമരതിരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടതല്ല തൻ്റെ കർമ്മപന്ഥാവ് എന്ന് തിരിച്ചറിഞ്ഞ് കാരുണ്യത്തിൻ്റെ നീട്ടിയ ഹസ്തവുമായി ടീച്ചർ നടന്നു കയറിയത് ആരുമാരും തുണയ്ക്കില്ലാത്ത മാനസിക വൈകല്യമുള്ളവരുടെ ഇടയിലേക്കാണ്. മാനസിക വളർച്ചയെത്താത്ത സ്വസഹോദരനോടുള്ള ടീച്ചറിൻ്റെ സ്നേഹം അങ്ങനെയുള്ള ഒട്ടനവധി പേർക്ക് താങ്ങും തണലുമായി മാറി. മാനസിക വൈകല്യം ബാധിച്ച മുതിർന്നവരെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള അസോസിയേഷൻ ഫോർ മെൻ്റലി ഹാൻഡികാപ്ഡ് അഡൽട്സ് എന്ന ഈ സംഘടന രൂപീകരിച്ചാണ് ഭാനുമതി ടീച്ചർ തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. തൻ്റെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച് സ്വന്തമായി കുട്ടികൾ പോലും വേണ്ടെന്ന് വെച്ച് മനസ്സിൻ്റെ ഏതോ തുരുത്തിൽ ഒറ്റപ്പെട്ടവർക്കായി ടീച്ചർ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു. 22 വർഷം മുമ്പാണ് ഞാൻ കേരളോർമ്മയിൽ അധ്യാപികയായിട്ട് വരുന്നത്. അതിൽ എൻ്റെ ഏറ്റവും ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ 27 വയസ്സിലാണ് ഇവിടെ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്യുന്നത്. അന്നത്തെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഏജ് എന്ന് പറയുന്നത് 30 വയസ്സായിരുന്നു. അവൻ എന്നോട് ക്ലാസ്സിൽ വളരെ മോശമായിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ പെരുമാറുകയുണ്ടായി. പിന്നീട് എനിക്ക് മനസ്സിലായി അവന് വേണ്ടിയിരുന്നത് ഇങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസമായിരുന്നില്ല, മറിച്ചൊരു ജോലിയോ അല്ലെങ്കിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ്ങോ അങ്ങനെയൊക്കെ ആയിരുന്നു ആവശ്യം. അങ്ങനെ അവൻ സ്വയം തീരുമാനിക്കുകയും പിന്നീട് അവൻ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഒരു ഇതിൽ ജോയിൻ ചെയ്യുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവൻ സ്വയം ഉണ്ടാക്കിയ ഒരു വസ്തു, ചിരട്ടയിലുണ്ടാക്കിയ ഒരു വസ്തു എനിക്ക് സമ്മാനമായി കൊണ്ടുവന്ന് തരികയുണ്ടായി. അതെന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു അനുഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു അധ്യാപകൻ്റെ തന്നെ എന്നോടുള്ള പെരുമാറ്റമാണ്. എനിക്കൊരു നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് കോളേജ് കൗൺസിലിൻ്റെ ഒരു അനുമോദനം സംഘടിപ്പിച്ച സമയത്ത് ആ മീറ്റിങ്ങിൻ്റെ ഇടയിലുടനീളം ഈ മനുഷ്യൻ ഒരു ബാനറും പിടിച്ചുകൊണ്ട് നിന്ന് എന്നെ ഇൻസൾട്ട് ചെയ്യേണ്ടായി. അതെന്നെ വളരെയധികം വേദനിപ്പിച്ചു. തലമുറകൾക്ക് മുന്നേ ആരോ പറഞ്ഞു വെച്ച ഒരു ഓമനപ്പേര് ഈ കലാലയത്തിൻ്റെ രേഖപ്പെടുത്താത്ത ചരിത്രത്തിൻ്റെ ഭാഗമായത് അപൂർവ വിസ്മയമാണ്. കേരളവർമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഈ ഹരിത സമൃദ്ധി ഈ കലാലയത്തിൻ്റെ വ്യതിരിക്തവും ദൈക്ഷണികവുമായ സാംസ്കാരിക ഭൂപടത്തിൽ എക്കാലത്തേക്കുമായി അങ്ങനെ അടയാളപ്പെട്ടു. വൃക്ഷസ്നേഹിയായ രാമവർമ്മ മഹാരാജാവ് കോളേജിനു ചുറ്റും വെച്ചുപിടിപ്പിച്ച ജൈവവനമാണ് പിൽക്കാലത്ത് ഊട്ടി എന്നറിയപ്പെട്ടത്. കേരളവർമ്മയിലെ 18.5 ഏക്കർ മുമ്പ് 3 ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ട പച്ചയായ ഉപദ്വീപായിരുന്നു. അതിൽ കരിമ്പച്ചയായ ഭാഗമാണ് ഊട്ടി എന്ന ജൈവവനം. മക്കളെപ്പോലെ മഹാരാജാവും പിന്നീട് സന്നദ്ധ സേവകരും പരിപാലിച്ച തലമുറകളുടെ അമ്മയായ ഊട്ടിയോടുകൂടി തന്നെ കേരളവർമ്മയുടെ പാരിസ്ഥിതികവും ജൈവികവുമായ ബോധം വളർന്നു തുടങ്ങിയിരുന്നു. ഒരു ബൃഹത് വനത്തിൻ്റെ ചെറുപതിപ്പായ ഊട്ടി അമൂല്യവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ 350-ലേറെ സസ്യജാലങ്ങൾ നിറഞ്ഞതാണ്. ഔഷധ സസ്യങ്ങൾ മാത്രം 75-ലേറെ വരുന്ന ഇവിടെ കാഞ്ഞിരം, അങ്കോലം, കൂവളം, വേലിപ്പരുത്തി, ഉഴിഞ്ഞ, നായ്ക്കുരണവള്ളി അങ്ങനെ ഒറ്റശ്വാസത്തിൽ പറഞ്ഞാൽ തീരാത്ത ചെടികൾ, പൂവുകൾ, കായ്കനികൾ എന്നിവയുടെ പറുദീസയാകുന്നു. ചവറ്റിലക്കിളികളുടെ കലവിലക്കൂട്ടങ്ങൾ, വണ്ണാത്തിപ്പുള്ളിൻ്റെയും കുയിലിൻ്റെയും മത്സരിച്ചുള്ള കൂവൽ, കൂമൻ്റെ മൂങ്ങലുകൾക്കിടയിലൂടെ വല്ലപ്പോഴും ഉച്ചമയക്കത്തിനിടെയുള്ള വവ്വാലുകളുടെ ചിറകടിയൊച്ചകൾ. ഊട്ടി ഒരു പക്ഷിസങ്കേതം കൂടിയാകുന്നു. ഇഴജന്തുക്കളുടെയും മറ്റ് ചെറുജീവികളുടെയും വാസസ്ഥലമാകുന്ന ഊട്ടി ഒരാവാസ വ്യവസ്ഥയെ അനുസ്മരിപ്പിക്കുന്നു. തളിർക്കുകയും കൊഴിയുകയും ചെയ്ത തലമുറകളുടെ പ്രണയ വ്യാഖ്യാനങ്ങളും രാഷ്ട്രീയ രഹസ്യയോഗങ്ങളും സംഘടനകൾക്കുള്ള മുന്നൊരുക്കങ്ങളും നൽകിയ ചൂടും ഊട്ടിക്കന്യമല്ല. ഊട്ടി എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു. ഊട്ടിയിലെ മരം മുറിക്കലിനെതിരെ കനത്ത ചെറുത്തുനിൽപ്പുമായി കേരളവർമ്മയുടെ മക്കൾ നടത്തിയ സമരങ്ങളാണ് ചരിത്രത്തിലെ തന്നെ കലാലയത്തിൻ്റെ വലിയ 2 സമരങ്ങൾ. അന്ന്
സുഗതകുമാരി എന്ന മലയാളത്തിൻ്റെ മാതൃശബ്ദം നേരിട്ടെത്തിയാണ് ഊട്ടി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഊട്ടി അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണിടിച്ചു നികത്തിയും അടിക്കാട് വെട്ടിയൊരുക്കിയും ഊട്ടിക്ക് ചരമഗീതം പാടുന്നവർ കാണാതെ പോകുന്നത് ഇവിടുത്തെ തലമുറകളുടെ ഊഞ്ഞാലാട്ടമാണ്. NSSൻ്റെയും നേച്ചർ ക്ലബിൻ്റെയും നേതൃത്വത്തിൽ നടക്കാറുള്ള പഠന ക്ലാസുകൾ, യുവജനോത്സവ കാലത്ത് റിഹേഴ്സൽ ക്യാമ്പുകൾ. ഊട്ടി കേരളവർമ്മയുടെ അഴിമുഖമാകുന്നു. ഊട്ടി എന്നറിയപ്പെടുന്ന ഈ ചെറുവട്ടം നാൾവഴി പുസ്തകങ്ങളിലോ എഴുതി തൂക്കിയിടുന്ന ഔദ്യോഗിക സൂചകങ്ങളിലോ ഇല്ല. എന്നാൽ കേരളവർമ്മയ്ക്കൊപ്പം ഈ നാമവുമുണ്ട്. ഇവിടെ നിന്നും പടിയിറങ്ങിപ്പോയ ഓരോ വിദ്യാർത്ഥികൾക്കുള്ളിലും ഊട്ടിയുണ്ട്. ഇനി കയറി വരാനിരിക്കുന്നവർക്കൊപ്പവും ഊട്ടി ഉണ്ടാകും. ആരായിരിക്കും ഊട്ടിയെന്ന് ആദ്യം ഉച്ചരിച്ചിരിക്കുക? ആരായിരിക്കും അത് കേട്ട് മറ്റൊരു കൂട്ടുകാരനോട് ആവർത്തിച്ചിരിക്കുക? ഊട്ടി തലമുറകളുടെ ആവർത്തനത്തിൻ്റെ കൂടി സംഗീതമാകുന്നു. വർത്തമാനം പറയുമായിരുന്നെങ്കിൽ മാവോ പ്ലാവോ പൂവരച്ചോ പുതിയ തലമുറയോട് ചോദിച്ചേക്കാം, നീ ആ ഭാസ്കരൻ്റെ തോമസിൻ്റെ മോനല്ലേ മോളല്ലേ എന്നൊക്കെ. ഊട്ടി പോലെ കേരളവർമ്മയെ വ്യതിരിക്തമാക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട് ഇവിടെ. ഈ പൂമുഖത്ത് വസിക്കുന്ന ശാസ്താവിൻ്റെ സാന്നിധ്യം. വൃശ്ചികപ്പുലരികളിൽ ഈ പൂമുഖം നാമമന്ത്രാക്ഷരങ്ങളാൽ മുഖരിതമാകുമ്പോൾ റമദാൻ നൊയമ്പിൻ്റെ ഉച്ചകളിൽ ഈ മുറ്റത്ത് നിസ്കരിക്കുന്നവരെയും കാണാം. സംഗീതാത്മകവും താളനിബദ്ധവുമാണ് ഈ ക്യാമ്പസിൻ്റെ പദചലനങ്ങൾ. കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ കേരളവർമ്മയുടെ സർഗവ്യാപാരം സൃഷ്ടിച്ച അലയൊലികൾ ചെറുതൊന്നുമായിരുന്നില്ല. കേരളത്തിൽ ആദ്യമായി സംഗീതത്തിന് ബിരുദ കോഴ്സ് ആരംഭിച്ചത് ഇവിടെയായിരുന്നു. ഇടയ്ക്കെപ്പോഴോ മുടങ്ങിപ്പോയ ത്യാഗരാജ സംഗീതോത്സവവും പഞ്ചരത്ന കീർത്തന ആലാപനവുമൊക്കെ പഴയ സംഗീതഗരിമയുടെ നഷ്ടസ്മൃതികളാകുന്നു. വയലിനിസ്റ്റ് തൃശൂർ സി രാജേന്ദ്രനും ഗായകൻ പ്രദീപ് സോമസുന്ദരവും കേരളവർമ്മയുടെ സംഗീത പ്രണയത്തിന് സാക്ഷ്യം നൽകുന്നു. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് തിയേറ്ററായ കളിയരങ്ങ് കേരളവർമ്മയിലായിരുന്നു. കളിയരങ്ങ് സംഘടിപ്പിച്ച നാടകാവതരണങ്ങളും ചർച്ചകളും രംഗപ്രസാദനത്തിൻ്റെ ഏറ്റവും ഉശിരാർന്ന ജോസ് തിറമേലിനെയും TV ബാലകൃഷ്ണനെയും പോലുള്ള നാടക പ്രവർത്തകരെ കേരളത്തിന് സംഭാവന ചെയ്തു. കൂടിയാട്ടരംഗത്ത് ഉഷാ നങ്ങ്യാരെ പോലുള്ള പ്രഗത്ഭ കലാകാരിയെ സംഭാവന നൽകിയ കേരളവർമ്മ കേരളത്തിൻ്റെ ചിത്രകലാരംഗത്തിന് നൽകിയ വർത്തമാനകാല സംഭാവനകളാണ് പ്രവീൺ ഒഫീലിയയും ജിബിൻ T സോമചന്ദ്രനും. കേരളവർമ്മയുടെ സർഗപ്രതിഭകളെ വാർത്തെടുക്കുന്നതിൽ അർത്ഥവത്തായി പ്രവർത്തിച്ചിരുന്ന ചെറുസംഘങ്ങളിൽ 70കളിൽ പ്രവർത്തിച്ചിരുന്ന ഫാബി സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നു. 1975 വരെ കേരളവർമ്മയുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ കണ്ണാടിയായി അറിയപ്പെട്ട ഫാബി ഇന്ന് സർഗവേദിയായി പുനർജനിച്ചിരിക്കുന്നു. അഭ്രപാളികളിലെ കാഴ്ചകളും കേരളവർമ്മയ്ക്ക് അന്യമായിരുന്നില്ല. 80കളിൽ സിനി ക്ലബ്ബ് രൂപീകരിച്ച് ചലച്ചിത്ര ആസ്വാദന ക്യാമ്പുകളും പ്രദർശനങ്ങളും സംഘടിപ്പിച്ച് സിനിമയെ പ്രണയിച്ച കേരളവർമ്മ 90കൾക്കൊടുവിൽ തരിശുനിലം എന്ന കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഫിലിം നിർമ്മിക്കാനുള്ള സാഹസികതയ്ക്കാണ് ധൈര്യം കാണിച്ചത്. സിനി ക്ലബ്, കാഴ്ച ഫിലിം ക്ലബ് എന്ന പേരിൽ പുനർജീവിപ്പിച്ച കേരളവർമ്മയുടെ പ്രിയപ്പെട്ട അധ്യാപകനും കവിയുമായ ശ്രീ VG തമ്പിയാണ് തരിശുനിലത്തിൻ്റെ സംവിധായകൻ. കേരളവർമ്മയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളുമായിരുന്നു ഈ ചലച്ചിത്രത്തിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചത്. സുകുമാരനും ഊർമിള ഉണ്ണിക്കും സംയുക്ത വർമ്മയ്ക്കും രാമുവിനും റഹിമിനും ശിവൻ കുന്നംപിള്ളിക്കും ഗുഡ് നൈറ്റ് മോഹനും അറ്റ്ലസ് രാമചന്ദ്രനും ശേഷം നരേൻ എന്ന സുനിലാണ് ഇന്ന് മലയാള ചലച്ചിത്ര ഭൂപടത്തിൽ കേരളവർമ്മയെ അടയാളപ്പെടുത്തുന്നത്. സുനിൽകുമാറിനെക്കുറിച്ച് പറയാതെ കേരളവർമ്മയുടെ കലാരംഗം പൂർണ്ണമാക്കുക വയ്യ. അടുത്തടുത്ത 2 വർഷങ്ങളിൽ 2 വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ കലാപ്രതിഭയാവുക എന്ന അപൂർവ റെക്കോർഡിന് ഉടമ. ഈ ദശാങ്കുലികളാൽ ചിട്ടയായി മർദ്ദിക്കപ്പെടാത്ത കൊട്ടുവാദ്യങ്ങളില്ല. ഈ ശബ്ദത്തിന് അനുകരിക്കാനാകാത്ത ഒരു ശബ്ദവുമില്ല. തൃശ്ശൂർ പൂരത്തിന്റെ പ്രശസ്തമായ പഞ്ചവാദ്യം. കുറുതെങ്കിലും ഈ ശരീരം കൊണ്ട് അനുകരിക്കാൻ കഴിയാത്ത ഒരു ചലനവുമില്ല. ഈ കലാകാരൻ ഇവിടെയല്ലാതെ മറ്റെവിടെ പറക്കാൻ. വിദ്യാർത്ഥികളുടെ സർഗചേതനയെ ഉണർത്താൻ പരിപാകമായിരുന്ന ഇവിടുത്തെ അന്തരീക്ഷത്തിൽ ആടിത്തിമിർത്ത് കടന്നുപോയ തലമുറകൾ കലോത്സവ വേദികളിൽ കേരളവർമ്മയുടെ പുകൾ വാനോളമുയർത്തി. പണക്കൊഴുപ്പിൻ്റെ പിൻബലവുമായെത്തിയ കോൺവെന്റ് കലാലയങ്ങളെയെല്ലാം ഏറെ പിന്നിലാക്കാൻ കേരളവർമ്മയ്ക്ക് കഴിഞ്ഞത് അതിൻ്റെ സ്വത്വത്തിൽ അലിഞ്ഞു ചേർന്ന അന്വേഷണവും സർഗവാസനയും കൊണ്ടാണ്.
ഡി സോൺ, ഇന്റർ സോൺ കലോത്സവങ്ങൾ എടുത്താൽ തങ്ങളുടെ കലാകാരന്മാർക്ക് വേണ്ടി ബക്കറ്റ് പിരിവുമായി തെരുവിലലയുന്ന യൂണിയൻ ഭാരവാഹികൾ നിത്യകാഴ്ചയായിരുന്നു. പൊരിവെയിലിൽ വിശന്നു നടന്ന് ഇവിടുത്തെ യൂണിയൻ ഭാരവാഹികൾ പിരിച്ചെടുക്കുന്ന തുച്ഛമായ ഫണ്ട് കൊണ്ട് തന്നെയായിരുന്നു ഡി സോൺ, ഇന്റർ സോൺ കലോത്സവ വേദികളിൽ കേരളവർമ്മ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയത്. ഈ ക്യാമ്പസിനെ ഉൾക്കണ്ണുകൊണ്ട് ഇവർ കാണുന്നു, അനുഭവിക്കുന്നു. കാഴ്ചയ്ക്കപ്പുറം ശബ്ദവ്യതിയാനങ്ങൾ ഇവരെ നയിക്കുന്നു. ഇവരും കേരളവർമ്മയുടെ സിരകൾക്ക് ജീവൻ നൽകുന്നു. സംസ്ഥാനത്തെ അപൂർവം ക്യാമ്പസുകളിലെ ഇവരുടെ സാന്നിധ്യമുള്ളൂ. കറുപ്പിൻ്റെ വഴിയിലും ഇവരിൽ പലരും നന്നായി പാടുന്നു, ഈണത്തിൽ കവിതകൾ ചൊല്ലുന്നു, ടെലിഫോൺ ബൂത്ത് ഓപ്പറേറ്ററാകുന്നു. പല പ്രഗത്ഭരുടെയും ശബ്ദാനുകരണം നടത്തുന്നു. കേരളത്തിൽ എവിടേക്കും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. ഒപ്പം മറ്റു പലരേക്കാളും നന്നായി പഠിക്കുകയും ചെയ്യും. മറ്റുള്ളവരെക്കാളും നന്നായി ഈ ക്യാമ്പസിനെ ഇവരറിയുന്നു. ക്യാമ്പസിൻ്റെ ഏതു ഭാഗവും ഇവർക്ക് സുപരിചിതമാണ്. ക്യാമ്പസിലെ പ്രകടനങ്ങളിൽ മറ്റുള്ളവരെക്കാളും വേഗതയിൽ ഇവർ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ നമുക്കിത് ബോധ്യപ്പെടും. ഇവരെക്കാൾ നന്നായി ഈ ക്യാമ്പസിൻ്റെ ജൈവികതയെ അറിയുന്നവർ വളരെ കുറവ്. ഇവർ നമ്മുടെ സ്വകാര്യ അഹങ്കാരവും ജൈവ സാന്നിധ്യവും. കാലുഷ്യമാർന്ന സമകാലിക സാമൂഹ്യ സാഹചര്യങ്ങളിൽ കാഴ്ച വെറുത്തുപോകുന്ന ജീവിതത്തിൻ്റെ നിരന്തര നൈരന്തര്യത്തിൽ കണ്ണുകളുടെ ശല്യം ഉപേക്ഷിച്ച് ആദ്യത്തിൻ്റെ സുഖമന്വേഷിക്കുന്ന കാഴ്ചയുള്ളവരായ നമുക്ക് മനുഷ്യൻ്റെ ഈ രണ്ടവസ്ഥകളെ തുലനപ്പെടുത്താനാകുന്നു. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കേരളവർമ്മ കോളേജ് അറിയപ്പെടുന്നത് രാഷ്ട്രീയം ഏറെയുള്ള ഒരു ക്യാമ്പസ് എന്ന നിലയിലാണ്. കരിയറിസത്തിൻ്റെ വാലിൽ തൂങ്ങുന്ന രക്ഷിതാക്കൾ രാഷ്ട്രീയ അതിപ്രസരമുള്ള കേരളവർമ്മയിലെ പഠനത്തെ തങ്ങളുടെ മക്കൾക്ക് നിഷേധിക്കുമ്പോൾ ഓരോ വർഷവും ആയിരങ്ങളാണ് തങ്ങളുടെ പഠനകാലത്തെ അർത്ഥപൂർണമാക്കാനായി ഇവിടെ എത്തുന്നത്. രാഷ്ട്രീയവും സമരങ്ങളുമൊക്കെ ഏറെ ഉണ്ടായിട്ടും ഓരോ അധ്യയന വർഷാവസാനവും ഉന്നത വിജയങ്ങളുമായി കേരളവർമ്മയിലെ ബഹുഭൂരിപക്ഷവും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. സമരങ്ങൾ കേരളവർമ്മയ്ക്ക് സുപരിചിതമാണ്. കലാലയം മാത്രമല്ല, സമരാലയം കൂടിയായി ഈ കോളേജിനെ കാണുന്നവരുണ്ട്, കുറ്റപ്പെടുത്തുന്നവരുണ്ട്. സാമൂഹിക ജീർണതയ്ക്കെതിരെയുള്ള ക്യാമ്പസിൻ്റെ സ്വാഭാവിക പ്രതിരോധമാണിതെന്ന് പലരും മനസ്സിലാക്കുന്നേയില്ല. കേരളവർമ്മയുടെ പ്രക്ഷോഭാത്മകത മിക്കപ്പോഴും സംഹാരാത്മകമല്ല, സർഗാത്മകമാണെന്ന് തിരിച്ചറിയാൻ കോളേജിനെ അടുത്തറിയുന്നവർക്ക് പ്രയാസമുണ്ടാവില്ല. സമരവ്യഗ്രമെങ്കിലും പഠനോത്സവം കൂടിയാണ് കേരളവർമ്മയുടെ ചിത്തം. പഠനാനുബന്ധ പഠനേതര പ്രവർത്തനങ്ങൾ കേരളവർമ്മയോളം നടക്കുന്ന എത്ര കലാലയങ്ങൾ കേരളത്തിലുണ്ടാകും? വിദ്യാഭ്യാസം അർത്ഥപൂർണമാകുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് കേരളവർമ്മ കണ്ടറിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയമില്ലെങ്കിൽ കേരളവർമ്മ ക്യാമ്പസ് മരിച്ചു എന്ന് തന്നെ പറയാം. അത്രമാത്രം രക്തത്തിൽ അലിഞ്ഞു ചേർന്നു പോയിരിക്കുന്നു ഇവിടെ രാഷ്ട്രീയം. കോളേജ് പ്രവർത്തനം ആരംഭിച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ കോളേജ് യൂണിയൻ രൂപം കൊണ്ടു. അധ്യാപകനായ അഖിലേശ്വര അയ്യർ പ്രസിഡന്റ്, വിദ്യാർത്ഥിയും ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നിയമജ്ഞനുമായ കുഞ്ഞിരാമ പൊതുവാൾ വൈസ് പ്രസിഡന്റും കെ മോഹനൻകുട്ടി സെക്രട്ടറിയുമായ കമ്മിറ്റി നിലവിൽ വന്നു. കോളേജിൻ്റെ ആദ്യത്തെ പൊതുചടങ്ങ് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു എന്നത് യാദൃച്ഛികമായിരുന്നില്ല. 1948 ഗാന്ധിജി കൊല്ലപ്പെട്ടപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും നിരാഹാരമനുഷ്ഠിച്ചാണ് ലോകത്തിൻ്റെ ദുഃഖത്തിനും പ്രതിഷേധത്തിനുമൊപ്പം പങ്കുചേർന്നത്. KSUവും SFIയും രൂപീകരിക്കുന്നതിന് മുൻപ് ഇടതുപക്ഷ സംഘടനയായ SF-ഉം വലതുപക്ഷ സംഘടനയായ ഡെമോക്രാറ്റുകളും തമ്മിലായിരുന്നു പ്രധാന മത്സരം. കുഞ്ഞിരാമ പൊതുവാളിൻ്റെ നേതൃത്വത്തിലാണ് കേരളവർമ്മയിൽ SF രൂപീകരിക്കുന്നത്. പ്രൊഫസർ MR ചന്ദ്രശേഖരൻ, ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ഡോക്ടർ M വിജയൻ, കൊളാടി ഗോവിന്ദൻകുട്ടി, മേതിൽ രാധാകൃഷ്ണൻ, CG ശാന്തകുമാർ തുടങ്ങിയവരെല്ലാം SF-ന്റെ വിവിധ കാലഘട്ടങ്ങളിലെ നേതൃത്വമായിരുന്നു. തേറമ്പിൽ രാമകൃഷ്ണൻ, KP വിശ്വനാഥൻ തുടങ്ങിയവർ ഡെമോക്രാറ്റുകളായും പിന്നീട് KSU രൂപീകൃതമായപ്പോൾ TV ചന്ദ്രമോഹനനും P ശങ്കരനും ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി. ABVP ആദ്യകാലങ്ങളിൽ ഒരു ശക്തിയായി വളർന്നിരുന്നില്ല. കോളേജ് ആരംഭിച്ച് ആദ്യകാലങ്ങളിൽ തന്നെ പഠിപ്പുമുടക്ക് കേരളവർമ്മയിലെ പ്രധാന സമരായുധമായി വിദ്യാർത്ഥികൾ സ്വീകരിച്ചിരുന്നു. ഡിറ്റൻഷനെതിരെ കോളേജ് ഗേറ്റ് അടച്ചിട്ടാണ് കേരളവർമ്മയിലെ ആദ്യ തലമുറ പ്രതിഷേധിച്ചത്. പ്രിൻസിപ്പാൾ ശങ്കരൻ നമ്പ്യാരെ ഇതേറെ ചൊടിപ്പിച്ചെങ്കിലും വിദ്യാർത്ഥികളുടെ ആവശ്യം അദ്ദേഹം അംഗീകരിക്കുകയും കേരളവർമ്മയിൽ ഡിറ്റൻഷൻ ഇല്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് സമരങ്ങൾക്കെതിരെ മുറവിളി കൂട്ടുന്നവർ ആ വലിയ അധ്യാപകനെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ആദ്യകാലത്ത് വലിയ ആശയ സംഘടനകളാണ് കേരളവർമ്മയിൽ നടന്നത്.
ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും മറുഭാഗത്ത് കോൺഗ്രസ് അനുഭാവികളും. സ്വാതന്ത്ര്യം അർത്ഥപൂർണ്ണമാണോ? നെഹ്റുവിയൻ സോഷ്യലിസം, പഞ്ചവത്സര പദ്ധതികൾ. പൂരങ്ങളുടെ നാട്ടിലെ ഈ കോളേജിൽ ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഉത്സവ കാഴ്ചകളായിരുന്നു അന്നത്തെ രാഷ്ട്രീയ മുദ്രകൾ. വലതുപക്ഷവും ഇടതുപക്ഷവുമായി ഏറ്റുമുട്ടിയെങ്കിലും കേരളവർമ്മ ക്യാമ്പസിൻ്റെ രാഷ്ട്രീയം തികച്ചും മതനിരപേക്ഷമായിരുന്നു. ഇന്ത്യയിൽ സോഷ്യലിസത്തിൻ്റെ ആചാര്യന്മാരിൽ പ്രമുഖനായ റാംമനോഹർ ലോഹ്യ കേരളവർമ്മ സന്ദർശിച്ച ഘട്ടത്തിൽ ലോഹ്യയോട് രാഷ്ട്രീയം പറയരുതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ചിറക്കിവിട്ട പ്രിൻസിപ്പാളും കോളേജിൻ്റെ ആൽത്തറയിൽ ചിന്മയാനന്ദൻ്റെ പ്രഭാഷണത്തിനിടയിലേക്ക് പാമ്പിനെ വിട്ട് യോഗം കലക്കിയ വിദ്യാർത്ഥികളും കേരളവർമ്മയുടെ അന്നത്തെ രണ്ട് മുഖങ്ങളായിരുന്നു. 1970 വരെ കേരളവർമ്മയുടെ രാഷ്ട്രീയം ചരിച്ചിരുന്നത് ഇങ്ങനെയെല്ലാമായിരുന്നു. 70 മുതൽ കേരളവർമ്മ രാഷ്ട്രീയത്തിന് ഗതിവേഗം സംഭവിച്ചു എന്ന് പറയാം. 1960 സംഭവിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിളർപ്പും നക്സലേറ്റ് ആശയലോകം സൃഷ്ടിച്ച അലയൊലികളുമാണ് ആ ഗതിവേഗം കൂട്ടിയത്. വരാനിരിക്കുന്ന വലിയൊരു ദുരന്തമായ അടിയന്തരാവസ്ഥയുടെ മുൻകുറിപ്പുകൾ എങ്ങും ദൃശ്യമായിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ തീവ്രമായ പ്രതിഷേധങ്ങളിലേക്കും രക്തരൂക്ഷിതമായ സംഘടനകളിലേക്കും എടുത്തെറിയപ്പെടുകയായിരുന്നു. കഥയും കവിതയും തിയേറ്ററും സംവാദങ്ങളും പ്രസംഗങ്ങളും ചേർന്ന് ക്യാമ്പസ് രാഷ്ട്രീയത്തെ സർഗാത്മകമാക്കി തീർത്ത 70 കേരളവർമ്മയും പുതിയ അന്വേഷണങ്ങളിലേക്കും പ്രവർത്തന പരിപ്രേക്ഷ്യത്തിലേക്കും തിരിഞ്ഞു. 77 എന്നുള്ള നമ്മുടെ ക്യാമ്പസുകളെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് തുറന്നിരിക്കുന്ന കഥയും കവിതയും സാഹിത്യവും നാടകവും ഒക്കെയായി അങ്ങേയറ്റം ഉണർന്ന ഒരു കാലത്തിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. അന്ന് കേരളവർമ്മയ്ക്ക് മതിലില്ല, അന്ന് കേരളവർമ്മയ്ക്ക് ഇത്രയും ഡിസിപ്ലിൻ ഇല്ല. ഇവിടെ മുഴുവൻ കൊടി തോരണങ്ങൾ ആണ്, നിറയെ ചുമരെഴുത്തുകൾ, എല്ലാ അർത്ഥത്തിലും മതിലുകളില്ലാത്ത ക്യാമ്പസാണ്. പിന്നീട് ഏതൊരു കാലത്താണ് കേരളവർമ്മയിൽ മതിലുണ്ടായത്, ആ മതിലിനൊരു കാവൽക്കാരൻ ഉണ്ടായത്. എല്ലാ കാറ്റുകളും ഇവിടേക്ക് കടന്നു വന്നു, എല്ലാ ചിന്താധാരകളും കേരളവർമ്മയിൽ കടന്നു വന്നു. ഒരു മാനേജ്മെന്റിനും ഈ കേരളവർമ്മയെ മിരിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പ്രിൻസിപ്പാളെയും അധികാരികളെ ആരെയും വഴിവിട്ട് കേരളവർമ്മ അക്കാലത്തൊന്നും സ്വീകരിച്ചിട്ടില്ല. ആ കാലത്ത് കേരളവർമ്മയുടെ വാതിൽ തുറന്ന് ഒരു പോലീസ് വണ്ടിയും ഇവിടെ പരേഡ് നടത്തിയിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായി SFI കേരളവർമ്മയിൽ തനിച്ച് മുഴുവൻ ജനറൽ സീറ്റുകളിലേക്കും തെരഞ്ഞെടുക്കപ്പെടുന്നത് 1977-78 വർഷത്തിലാണ്. ഡോക്ടർ കെ ഗോപിനാഥൻ ചെയർമാനായ ആ യൂണിയൻ കേരളത്തിലെ മറ്റു കലാലയങ്ങൾക്ക് നൽകിയത് സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ തീ വെളിച്ചമായിരുന്നു. 4 നൂറ്റാണ്ടിലേറെ കാലമായി SFI ഇവിടെ വിജയിച്ചതിന് പിന്നിലും ഈ വെളിച്ചമുള്ളതായി കാണാം. മതനിരപേക്ഷമായിരുന്ന കേരളവർമ്മയുടെ രാഷ്ട്രീയത്തിന് വിള്ളൽ വീഴുന്നതും 80 തന്നെയാണ്. രാഷ്ട്രീയം സംഘർഷഭരിതമായിരുന്നുവെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന കാടത്തത്തിന് ഇവിടം സാക്ഷ്യം വഹിച്ചു. പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയും SFI പ്രവർത്തകനുമായ E.K. ബാലൻ കൊല ചെയ്യപ്പെട്ടത് 1984 ജനുവരി 4-നായിരുന്നു. ധിക്കാരിയായ ഒരു പ്രിൻസിപ്പാളിൻ്റെ ഭരണകാലം കൂടിയായിരുന്നു അത്. ഗോപി എന്ന PG വിദ്യാർത്ഥിയുടെ ഹോൾ ടിക്കറ്റ് തടഞ്ഞുവെച്ച് പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ മാസങ്ങളോളം കേരളവർമ്മ അടഞ്ഞുകിടന്നു. ഗോപി സമരത്തിനൊടുവിൽ കേരളവർമ്മയിൽ ആദ്യമായി ഒരു പ്രിൻസിപ്പാളിനെ മാനേജ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തു. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ആരംഭിച്ച 1990 കേരളവർമ്മയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്തതും നെഞ്ചോട് ചേർത്തതും കമ്മ്യൂണിസം എന്ന മാനവികതയായിരുന്നു. 1995 ശേഷം രാഷ്ട്രീയത്തിൻ്റെ തിരിച്ചുപോക്കാണ് കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ സംഭവിച്ചത്. സ്കൂൾ രാഷ്ട്രീയ നിരോധനവും കോടതി വിധികൾ ഏൽപ്പിച്ച ആഘാതവും രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ വ്യാപനവും കരിയറിസത്തിൻ്റെ തള്ളിച്ചയും ഈ ക്യാമ്പസിനെയും ഗ്രസിക്കാൻ തുടങ്ങി. 1996 ശേഷമാണ് SFI KSU എന്ന പ്രധാന പോരാട്ടത്തിൽ നിന്ന് KSU പിന്തള്ളപ്പെട്ടതും ABVP 2ാം സ്ഥാനക്കാരൻ്റെ റോളിൽ പ്രത്യക്ഷപ്പെടുന്നതും. അവിടെ നിന്നിങ്ങോട്ട് SFI ABVP രാഷ്ട്രീയ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഒരു കാലത്ത് വലിയ ശക്തിയായിരുന്ന AISF ABVPക്ക് പിറകിൽ മൂന്നാമതാകുന്നതും 96 ശേഷമായിരുന്നു. ഡിഗ്രി ഫിലോസഫിക്ക് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തുന്നത് AISFൻ്റെ തീരുമാനപ്രകാരമാണ്. ഈ ക്യാമ്പസിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു തൊഴിലാളിയായി മാറുകയായിരുന്നു ചെറിയ വസതിലുണ്ടായിരുന്നത്. ഞാൻ ഉയർത്തിയ AISFൻ്റെ പതാക അല്ലെങ്കിൽ ആ കൊടിക്കാലിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അവിടെ നിന്ന് പഠിച്ച ഒരു രാഷ്ട്രീയ രീതിയാണ് സത്യത്തിൽ ഇപ്പോഴും സഹിഷ്ണുതയോടുകൂടി ഇതര രാഷ്ട്രീയ
ആശയങ്ങളെ നേരിടാനും അതിനെ പ്രതിരോധിക്കാനും എനിക്ക് പ്രചോദനമായിട്ടുള്ളത് ഈ ക്യാമ്പസാണ്. ഇപ്പോൾ അതിനിടയിലൊക്കെ തന്നെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഈ ഫിലോസഫി അല്ലെ നമ്മുടെ ഈ ബോട്ടണി ഗാർഡൻ, സത്യത്തിൽ അങ്ങനെ ഒരു ഗാർഡൻ്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളൊക്കെ ഈ ക്യാമ്പസ് ആസ്വദിച്ചിരുന്ന ഒരു പുൽത്തകടി പോലെ ഒരു തിട്ടായിരുന്നു. ഈ ക്യാമ്പസ് നവീകരിക്കപ്പെട്ടു. പക്ഷെ നവീകരിക്കുമ്പോൾ തന്നെ ഈ ക്യാമ്പസിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ക്യാമ്പസിൻ്റെ ഒരു മുഷിപ്പും ഒരു മുഷിച്ചലും ക്യാമ്പസിൻ്റേതായിട്ടുള്ള ഒരുതരം അത്യാവശ്യം ചപ്പ് ചവറുകളൊക്കെ തന്നെ ഇവിടെ കിടന്നാലും അത് ആ രൂപത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള വികസനം മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന അഭിപ്രായമാണ് എനിക്ക്. അല്ലാതെ ക്യാമ്പസിൽ കുറേ കെട്ടിടങ്ങൾ പണിതു ഇവിടെ അതിനൊരു ചിട്ടയും ക്രമത്തോടും കൂടി വരിവെച്ച ഇഷ്ടി വെച്ചുകൊണ്ട് അതിൽ പണിതുകൊണ്ട് മാത്രം ഒരു ക്യാമ്പസ് വികസിക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല. കേരള ക്യാമ്പസ് എപ്പോഴും അതിൻ്റെ വികാസം നേരിട്ടുള്ളത് അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള അതിൻ്റെ പ്രവർത്തനത്തിലൂടെ ആ രൂപത്തിൽ തന്നെയുള്ള വികസനമാണ് ഈ ക്യാമ്പസ്. കേരളവർമ്മയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ ആദ്യകാലം മുതൽക്കേ ആവേശം നിറഞ്ഞതും ജനശ്രദ്ധയെ ആകർഷിക്കുന്നതും ആയിരുന്നുവെന്ന് പൂർവ്വ വിദ്യാർത്ഥിയും മുൻ സ്പീക്കറുമായ തേറമ്പിൽ അനുസ്മരിക്കുന്നുണ്ട്. ക്ലാസ് റൂം പ്രസംഗങ്ങൾ, വീട് വീടാന്തരമുള്ള ക്യാൻവാസിംഗ്, ഇലക്ഷൻ ബുള്ളറ്റിനുകൾ, ക്യാമ്പസ് നിറയുന്ന ബോർഡുകൾ, ബാനറുകൾ എല്ലാം ചേർന്ന് ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീതി തന്നെയായിരുന്നു ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്. കാലത്തിനും മാറ്റാൻ കഴിയാത്ത ചുവരുകൾ എന്ന പോലെ കേരളവർമ്മയിൽ തെരഞ്ഞെടുപ്പ് എന്നാൽ ഇന്നും മാറ്റമില്ലാതെ തുടരുന്ന പഴയ ശീലങ്ങളൊക്കെ തന്നെയാണ്. അറുപതാം വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ഈ കലാലയത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഉച്ഛ്വാസവായു പോലെ കൊണ്ടു നടന്ന ഇതിൻ്റെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്താനാവില്ല. ഒരുപക്ഷെ കേരളവർമ്മയുടെ രാഷ്ട്രീയം ഇവിടം മാത്രം ഒതുങ്ങി നിന്നില്ല എന്നതാണ് വസ്തുത. ഫീസ് ഇളവിനായുള്ള പ്രക്ഷോഭങ്ങൾക്കൊപ്പം ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിലും വിയറ്റ്നാമിൽ അമേരിക്ക നടത്തിയ ബോംബ് വർഷത്തിലും ഇറാഖ് അധിനിവേശത്തിലും ബാബറി പള്ളി തകർക്കപ്പെട്ടപ്പോഴും കേരളവർമ്മയിലെ കുട്ടികൾ പ്രതിഷേധിച്ചു. മഹത്തായൊരു സാംസ്കാരിക ശീലത്തിലേക്കും ആത്മനിഷ്ഠമായൊരു കർമ്മത്തിലേക്കുമുള്ള ചുവടുകളിൽ തന്നെ അതിനെ കാണേണ്ടിയിരിക്കുന്നു. 30 വർഷക്കാലത്തിലേറെ ഇവിടുത്തെ അധ്യാപകനായ ശ്രീ ആർ ഗോപാലകൃഷ്ണ പിള്ളയാണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ. 1976 ജനുവരി 2 ആണ് ശരിക്കും എനിക്ക് കേരളവർമ്മ കോളേജിലെ നിയമനത്തിന് ഉത്തരവ് കിട്ടും. അടിയന്തരാവസ്ഥ അതിൻ്റെ എല്ലാ കരാള ഭീകരതയോടും കൂടി കേരളീയ മനസ്സുകളിലും കേരളീയ സമൂഹത്തെ പൊതുവെ ബാധിച്ച ഒരു കാലഘട്ടം. കേരളവർമ്മ കോളേജിൽ ഈ നിയമന ഉത്തരവ് കിട്ടി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നാളെ അവരുടെ മാഷാവുമെന്ന് ഉള്ള ബോധം അവർക്ക് കൊടുക്കാതെ ഞാൻ ഈ ക്യാമ്പസിൽ ഒരു ദിവസം പൂർണ്ണമായും ചെലവഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ കോളേജിൽ ചേരാൻ തീരുമാനിച്ചത്. ഞാൻ വന്ന് ചേർന്ന് ആദ്യമായിട്ട് ഒപ്പിട്ട ഈ മെറി ലോഡ്ജ് പാലസാണ്. ഒരുപക്ഷെ അധികാരികളുടെ ദീർഘവീക്ഷണം ഇല്ലായ്മ കൊണ്ട് ഇന്നത് അതിൻ്റെ ഈ മൂക്കും മുഖവും ഒക്കെ ചെത്തി വികൃതമാക്കി നിർത്തിയിരിക്കുക. അതങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ ചില പ്രതിരോധ പ്രവർത്തനം നമ്മൾ നടത്തിയെങ്കിലും മാനേജ്മെൻറ്റും അന്നത്തെ കോളേജ് പ്രിൻസിപ്പലും ഒക്കെ അത് ചെയ്തില്ല. ഇന്നും അതെൻ്റെ ഒരു ഗൃഹാതുര സ്മരണയായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ പഴയ സ്ട്രക്ചറിലേക്ക് തന്നെ ഇതിനെ കൊണ്ടുവരണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. കേരളവർമ്മയിൽ എനിക്ക് 32ഓളം വർഷം അതിൻ്റെ അനുഭവങ്ങളുണ്ട്. വിദ്യാർത്ഥികളിലൂടെ എനിക്ക് കിട്ടിയ എക്സ്പോഷറാണ് എനിക്കിതിൽ ഏറ്റവും പ്രധാനം. ഇന്നും അതെൻ്റെ ഒരു വലിയ കനപ്പെട്ട ഒരു സമ്പാദ്യമായിട്ട് എനിക്ക് കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ പലരും പറയാറുണ്ട് കേരളവർമ്മ സമരങ്ങളുടെ ക്യാമ്പസാണ്, ഒരു തരത്തിലും അക്കാദമിക്കായ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത ക്യാമ്പസാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ചുറ്റുവട്ടം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് വറുതികളുണ്ട്. എന്നാൽ ഒരിക്കലും ഒരു ആധുനിക ക്യാമ്പസിൻ്റെ ഒരു സൗകര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കാണാത്തൊരു ക്യാമ്പസായിരുന്നു. ഈ വറുതികൾക്കിടയിലും നമ്മുടെയൊക്കെ മനസ്സിനെ ദീപ്തമാക്കുന്ന ഒരു അംശം ഇവിടെ ഉണ്ടെന്ന്. എല്ലാത്തിനോടും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രതികരിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഇങ്ങനെ കടന്നു പോകും. 5-6 മാസം കഴിഞ്ഞ് ഞാൻ പിരിഞ്ഞു പോയാൽ പോലും എന്നും കേരളവർമ്മ എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന, കത്തി നിൽക്കുന്ന ഒരു അനുഭവവും ഓർമ്മയുമായിരിക്കും. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ നിലപതറാൻ ഇടവരുന്ന സന്ദർഭങ്ങളിൽ കരുത്തും ആത്മവീര്യവും പ്രചോദനവും ഉണർത്തുന്ന വിധത്തിലായിരിക്കണം വിദ്യാഭ്യാസമെന്ന വിവേകാനന്ദ ദർശനം തന്നെയാണ് ഈ ക്യാമ്പസ് മനസ്സാ വരിച്ചിട്ടുള്ളതെന്ന് ഈ കലാലയത്തിൻ്റെ രാഷ്ട്രീയം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കേരളവർമ്മയിൽ നിന്നിറങ്ങിപ്പോയ പൂർവ്വ വിദ്യാർത്ഥികൾ അടയാളപ്പെടുത്തുന്നത് ഇത്രമാത്രം. കേരളവർമ്മ സൃഷ്ടിച്ചത് മനുഷ്യരെയായിരുന്നു, ഈ ലോകത്തെ വിശാലതയോടെ കാണുന്ന തികഞ്ഞ മനുഷ്യരെ. ഈ ചരൽമണ്ണിൽ ചവിട്ടി, ഈ ഇലച്ചാർത്തുകളെ തൊട്ട്
നമ്മളിവിടെ വീണ്ടും എത്തുകയാണ്. ചരിത്രങ്ങൾ സൃഷ്ടിക്കാനോ ചരിത്രത്തെ മാറ്റിമറിക്കാനോ അല്ല, നമ്മുടെ സൗഹൃദത്തെ പുതുക്കാനുമല്ല. ഓർമ്മകളില്ലാത്ത ജീവിതം വിരസമാണെന്ന് അറിയുന്നവരാണ് നമ്മൾ. സ്നേഹത്തിൻ്റെ ആഴം അളക്കുന്നത് ശൂന്യതയാണെന്ന് അനുഭവം കൊണ്ട് അറിഞ്ഞവരുമുണ്ട്. സ്നേഹം പങ്കുവയ്ക്കാതിരിക്കുവാൻ ഹൃദയത്തെ മരക്കൊമ്പിൽ കെട്ടിയിട്ട ഗ്രീക്ക് പെൺകുട്ടിയുടെ കഥ കേട്ടിട്ടില്ലേ? നമ്മളും അങ്ങനെ തന്നെ. നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ ഇവിടുത്തെ മരങ്ങളിൽ കെട്ടിയിട്ടു. ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളെ മരപ്പൊത്തുകളിൽ സൂക്ഷിച്ചു വച്ചു. ഇനിയും നമുക്ക് വയ്യ. ആദ്യ ദിനത്തിൽ സൂക്ഷിച്ച ആലില, ആർത്തിയോടെ വായിച്ചു തീർത്ത വരികൾ, മനസ്സിൽ എഴുതിയ പ്രണയാക്ഷരങ്ങൾ, കളിച്ചുയർത്ത മൈതാനങ്ങൾ, വെളിച്ചമെത്താത്ത ഇടനാഴികൾ, കടലിലക്കിയെത്തിയ പ്രകടനങ്ങൾ, ഉണ്ണാതെയിരുന്ന ഉച്ചകൾ, സൗഹൃദം പങ്കുവച്ച മരത്തണലുകൾ, അതിശയത്തോടെ മാത്രം നോക്കിക്കണ്ട ഊട്ടി. മണ്ണിൻ്റെ മണമുള്ള പാട്ടുകൾ, വിളിച്ചു തീരാത്ത മുദ്രാവാക്യങ്ങൾ, ഈ മണ്ണിൽ വീഴ്ത്തിയ ചോരത്തുള്ളികൾ, മരിച്ചിട്ടും മരിക്കാതെ നമ്മളിൽ നിറയുന്ന ഒപ്പമുണ്ടായിരുന്നവൻ്റെ ആ കനത്ത ശബ്ദം, അവനുയർത്തിയ പടപ്പാട്ടുകൾ, അവനൊഴുക്കിയ വിയർപ്പുകൾ, എല്ലാം നമ്മളെടുക്കുന്നു. ഇനി പങ്കുവെക്കലിൻ്റെ കാലമാണ്. ഭൂമി ഇവിടെ വിത കാത്തു കിടക്കുന്നു. കാറ്റായി വന്നു നീ, കടലായിരമ്പിനി, കാറ്റായി വന്നു നീ കടലായിരമ്പിനി, ഉണർവായി ഉയിരായി തീരാത്ത നിറവായി, നിലവിലൊരു പൂമ്പാറ്റ പകലായി, പലകുറി മൊഴിഞ്ഞൊരാവാക്കായി, പലകുറി മൊഴിഞ്ഞൊരാവാക്കായി. മഴ വരും മുമ്പ് നീ മഴവില്ല്, മഴയത്തു നീ നിറക്കുടയായി, മഴ വരും മുമ്പ് നീ മഴവില്ല്, മഴയത്തു നീ നിറക്കുടയായി, പൂവായി സ്പന്ദമായി പടരും മുഴക്കമായി, നേർവരച്ചിത്രമായി നേർമയായി നൃത്തപാട്ടായി, താളം പിടിക്കും ഇലകളായി, താളം പിടിക്കും ഇലകളായി, കരിമ്പച്ചിലകളായി നീ, നാടികൾ വ്യൂഹങ്ങളായി, നെൽപ്പാടമായി നീ പുഴയായി, നെൽപ്പാടമായി നീ പുഴയായി. നീ അറിഞ്ഞോ ഞാനറിഞ്ഞു, നീ അറിഞ്ഞോ ഞാനറിഞ്ഞു, ഇന്നലെ പാടിയതിനിന്നത്തെ ഈണം, ഇന്നലെ കണ്ടതിനും ഇന്നത്തെ ഛായ, ഇന്നലെ പാടിയതിനിന്നത്തെ ഈണം, ഇന്നലെ കണ്ടതിനും ഇന്നത്തെ ഛായ. നമ്മൾ വഴിയാത്രികർ കാലാന്തരങ്ങളിൽ തേർതെളിക്കുമ്പോൾ നമ്മളറിയുന്നു നാം വെറും യാത്രക്കാർ.
സ്വന്തം കലാലയത്തിന് വ്യത്യസ്തമായ ഗുരുദക്ഷിണ നൽകുകയാണ് തൃശൂർ കേരളവർമ്മ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. കോളേജിന്റെ ഹ്രസ്വചിത്രം തയ്യാറാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും എത്തിക്കാനുള്ള ശ്രമമാണിത്. തൃശൂർ ബ്യൂറോയുടെ റിപ്പോർട്ട്. എനിക്ക് എത്ര വയസ്സായിരിക്കുന്നു? സ്വതന്ത്രമായ നമ്മുടെ രാജ്യത്തിനും എനിക്കും ഒരേ വയസ്സാണ്. സ്വാതന്ത്ര്യത്തിനൊപ്പം പിറന്നതുകൊണ്ട് സ്വാതന്ത്ര്യമാണ് എൻ്റെ രക്തത്തിലരിഞ്ഞത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യപുലരിക്ക് ഒരു നാൾ മുൻപാണ് രാമവർമ്മ മഹാരാജാവിൻ്റെ മെറിലോഡ്ജ് പാലസ് ഇന്ന് കേരളവർമ്മ എന്നറിയപ്പെടുന്ന കോളേജായി മാറിയത്. മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ഈ കോളേജിൻ്റെ 60 വർഷത്തെ വളർച്ചയുടെ ഓരോ പടവും ഹ്രസ്വചിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമഗ്രമാവാൻ 2.5 വർഷത്തെ തുടർച്ചയായ ചിത്രീകരണം വേണ്ടിവന്നു. കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ എല്ലാവരുടെയും കൈകളിൽ ഒരു ഡിജിറ്റൽ മാഗസിനായി ഇതെത്തിക്കുകയാണ് ലക്ഷ്യം. കേരളവർമ്മ എല്ലാ കാലത്തും ഏത് രീതിയിലാണ് ചിന്തിച്ചതെന്നും അതുപോലെ തന്നെ ഇപ്പോൾ കേരളവർമ്മയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും ഈ ഡോക്യുമെൻ്ററിക്കകത്ത് വരുന്നുണ്ട്. ഞങ്ങൾക്കുള്ള ആശങ്കകൾ ഞങ്ങളിതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ പഠിച്ചുപോയ 10,000ങ്ങളുടെ കൈകളിലേക്ക് ഇതിനെ ഈ ഡോക്യുഫിക്ഷൻ എത്തിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പഠനവും സമരവും പ്രണയവും സംഘർഷവുമെല്ലാം നിറഞ്ഞ പഴയകാല ക്യാമ്പസിൽ നിന്ന് കവിത പറ്റി കരിയറിസത്തിലേക്ക് നീങ്ങുന്ന പുതിയ കാലത്തിലേക്കുള്ള യാത്ര ചിത്രം വരച്ചു കാട്ടുന്നു. ഒപ്പം പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അക്കാര്യത്തിലുള്ള ആകുലതകളും. കാറ്റായി വന്നു നീ കടലായിരം വിനി, കാറ്റായി വന്നു നീ കടലായിരം വിനി, ഉണർവായി ഉയിരായി തീരാത്ത നിറവായി നിലവിലൊരു പൂമ്പാറ്റ പകലായി, പലകുറി മൊഴിഞ്ഞൊരാവാക്കായി, പലകുറി മൊഴിഞ്ഞൊരാവാക്കായി. ഇന്ത്യ വിഷൻ, തൃശൂർ. ക്യാമ്പസുകൾ എന്നും ഒരു വികാരമാണ്. സ്വന്തം ക്യാമ്പസിനെ കുറിച്ച് ശ്രീ കേരളവർമ്മ എന്ന പേരിൽ കോളേജ് യൂണിയനും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് 1 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ തയ്യാറാക്കുന്നു. റിപ്പോർട്ട്. ഓർമ്മകളിൽ കേരളവർമ്മ വീണ്ടും പെയ്തിറങ്ങുകയാണ്. കാറ്റായി വന്നു നീ കടലായിരം വിനി, കാറ്റായി വന്നു നീ കടലായിരം വിനി, ഉണർവായി ഉയിരായി തീരാത്ത നിറവായി നിലവിലൊരു പൂമ്പാറ്റ പകലായി, പലകുറി മൊഴിഞ്ഞൊരാവാക്കായി, പലകുറി മൊഴിഞ്ഞൊരാവാക്കായി. സാർത്ഥകമായിരുന്ന കലാലയ ജീവിതം ഓർമ്മ മാത്രമായി അവശേഷിക്കുന്ന കാലത്ത് പഠനവും പ്രണയവും രാഷ്ട്രീയവും സ്വപ്നങ്ങളും തീപ്പാറുന്ന ചിന്തകളും ഒക്കെ ആവിഷ്കരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. പൂർവ്വ വിദ്യാർത്ഥികളായ ജെബിൻ ജോസഫും സന്ദേശും മുകേഷും ധിനിലും സുനിൽകുമാറും കോളേജ് യൂണിയൻ സെക്രട്ടറിയായ സലീഷും കൂട്ടുകാരും ചേർന്നാണ് ഡോക്യുഫിക്ഷൻ്റെ രചനയും സംവിധാനവും ക്യാമറയും സംഗീതവും എല്ലാം നിർവഹിക്കുന്നത്. കേരളവർമ്മയിലെ സ്ഥിരം സാന്നിധ്യമായ ബാലേന്ദ്രൻ ചുള്ളിക്കാട് മുതൽ രാവുണ്ണിയും KR ടോണിയും CV പാപ്പച്ചനും VS സുനിൽകുമാർ MLAയും മുൻ MLA TV ചന്ദ്രമോഹനും ഈ ഓർമ്മകളിൽ പെയ്തിറങ്ങുന്നുണ്ട്. 2 വർഷത്തിലധികം സമയമെടുത്ത് ജീവനുള്ള കേരളവർമ്മയെ കൂട്ടുകാർക്കായി അണിയിച്ചൊരുക്കിയിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. ഇപ്പോൾ കേരളവർമ്മയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, മുൻപ് പഠിച്ചു പോയവർക്ക്, പഠിക്കാൻ കഴിയാതെ പോയ ആളുകൾക്കൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു എത്ര വർഷത്തെ കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചത്? കോളേജ് രൂപീകരണം മുതലുള്ള കോളേജിൻ്റെ ഇപ്പോൾ 1947 കേരളവർമ്മ കോളേജ് രൂപീകരിച്ചെന്ന് പറയുന്നു. ആ രൂപീകരണ കാലം മുതലുള്ള എല്ലാ വസ്തുതകളും ഞങ്ങൾ വളരെ മുമ്പേ തന്നെ തേടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് 60കളിൽ സംഭവിച്ച കാര്യങ്ങൾ, അന്നത്തെ ആളുകൾ ഇതിൽ ഇൻ്റർവ്യൂവിൽ വരുന്നുണ്ട്. 70കളിൽ സംഭവിച്ച കാര്യങ്ങളുണ്ട്. അങ്ങനെ മൊത്തം ഒരു 60 വർഷക്കാലത്തോളമുള്ള കേരളവർമ്മയുടെ ചരിത്രം, അതിൻ്റെ വർത്തമാനം, ഇതൊക്കെ ഈ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഡോക്യുഫിക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 പെൺകുട്ടികളടക്കം 150 പേരായിരുന്നു ആദ്യം കലാലയത്തിലുണ്ടായിരുന്നത്. 1948 കോളേജ് കൊച്ചി ദേവസ്വം ബോർഡ് ഏറ്റെടുത്തത്. 1965 ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ ഉൾപ്പെടെ 15 ഡിപ്പാർട്ട്മെൻറ്റുകളിലായി 2000-ലധികം വിദ്യാർത്ഥികളുടെ കേരളവർമ്മ വളർന്നു. രാഷ്ട്രീയമായും സാംസ്കാരികമായും കേരളവർമ്മ ഏറെ മുന്നിലായിരുന്നുവെന്ന് ചിത്രം ഓർമ്മിപ്പിക്കുന്നു.
കലാകായിക രംഗത്ത് ഈ കോളേജ് രാജ്യത്തിന് സംഭാവന നൽകിയവർ ഏറെയാണ്. 80കളിൽ തുടങ്ങിയ അഭിനിവേശം 90കളുടെ പകുതിയിലാണ് അല്പമെങ്കിലും കുറഞ്ഞതെന്ന് സിനിമ വ്യക്തമാക്കി തരുന്നു. കോളേജിൻ്റെ മെൻസ് ഹോസ്റ്റൽ പലരുടെയും ഇടത്താവളങ്ങളായിരുന്നു. രാഷ്ട്രീയ ഗൂഢാലോചനകളുടെയും ചർച്ചകളുടെയും ആശയവിനിമയങ്ങളുടെയും സൗഹൃദത്തിൻ്റെയും എല്ലാമായിരുന്നു ഹോസ്റ്റൽ ബ്ലോക്കുകൾ. കേരളവർമ്മ കോളേജ് എന്നാൽ അവിടെ പഠിച്ചവർക്ക് ഓർമ്മയിലെത്തുക ഊട്ടി തന്നെയാണ്. പച്ചപ്പ് മാത്രമുള്ള കോളേജിൻ്റെ പിന്നാമ്പുറം. ആരാണിതിന് ഊട്ടി എന്ന് പേരിട്ടത് ഇന്നും അവ്യക്തമാണ്. 350-ലധികം സസ്യജാലങ്ങൾ നിറഞ്ഞ ഊട്ടിക്കുമുണ്ട് പറയാൻ ഏറെ കഥകൾ. ഊട്ടിയിലെ മരമുറിക്കലിനെതിരെ നടന്ന സമരം ക്യാമ്പസ് ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പഴയ പച്ചപ്പ് എപ്പോഴോ മങ്ങി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ന് ഊട്ടിയിൽ വെളിച്ചം വീഴും. പഴയ ഊട്ടിയിലേക്ക് വെളിച്ചം വീശാൻ ഈ ഡോക്യുഫിക്ഷന് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം കേരളവർമ്മയുടെ ചരിത്രത്തിൽ അലിഞ്ഞുചേർന്ന ഒന്നാണ്. 80കൾ വരെ കേരളവർമ്മ കോൺഗ്രസ് ചിന്താഗതിക്കാരായ കുട്ടികളുടെ കയ്യിലായിരുന്നു. എന്നാൽ ഇന്ന് തിരിച്ചായി. ക്യാമ്പസ് പൂർണ്ണമായും ഇടതുപക്ഷത്തോടൊപ്പമായി. ഡോക്ടർ, അധ്യാപകർ, വക്കീലന്മാർ, പത്രപ്രവർത്തകർ തുടങ്ങി സമസ്ത മേഖലകളിലേക്കും കേരളവർമ്മക്കാരുണ്ട്. അതൊരു സംസ്കാരമായിരുന്നു. 60 വർഷത്തെ കേരളവർമ്മയുടെ ചരിത്രം പറയുന്ന 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഡോക്യുഫിക്ഷൻ ജൂണിലാണ് പ്രദർശനത്തിനെത്തുന്നത്. സുഹൃത്ത് ബന്ധത്തിന് ഏറെ മൂല്യം നൽകാൻ ഓർമ്മകളെ പിന്നോട്ടടിച്ച് നാം വന്ന വഴിത്താരകളും ചലിച്ച ഇടനാഴികളും ഒരിക്കൽ കൂടി മനസ്സിലേക്ക് ആവാഹിക്കാൻ അവസരമൊരുക്കിയ കൂട്ടുകാർ കേരളവർമ്മ കോളേജിൻ്റെ കിലുക്കങ്ങൾ ഒരു ചെപ്പിലിട്ട് തന്നിരിക്കുന്നു. അത് പ്രശംസിക്കാതെ വയ്യ. ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന കേരളവർമ്മ കോളേജിന് പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്മരണാഞ്ജലിയായി ഡോക്യുമെന്ററി ഒരുങ്ങി. എനിക്ക് എത്ര വയസ്സായിരിക്കുന്നു? സ്വതന്ത്രമായ നമ്മുടെ രാജ്യത്തിനും എനിക്കും ഒരേ വയസ്സാണ്. പഠിച്ചിറങ്ങിയ കലാലയത്തിന്റെ പിന്നിട്ട വഴികളും പ്രത്യേകതകളുമെല്ലാമാണ് 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന ഡോക്യുമെന്ററിയിൽ അവതരിപ്പിക്കുന്നത്. കേരളവർമ്മയിലെ വിദ്യാർത്ഥികളായിരുന്ന സുഹൃത്ത് സംഘത്തിന്റെ പഠനകാലത്തെ സ്വപ്നമാണ് കാലങ്ങൾക്കിപ്പുറം സാക്ഷാത്കരിക്കുന്നത്. ഒപ്പം 60 വർഷത്തെ കേരളവർമ്മയുടെ സാമൂഹിക സാംസ്കാരിക സ്പന്ദനങ്ങൾക്ക് ദൃശ്യഭാഷ്യം നൽകുകയാണ് ശ്രീ കേരളവർമ്മ എന്ന ഡോക്യുമെന്ററിയിലൂടെ. സ്നേഹം പങ്കുവെക്കാതിരിക്കുവാൻ ഹൃദയത്തെ മരക്കൊമ്പിൽ കെട്ടിയിട്ട ഗ്രീക്ക് പെൺകുട്ടിയുടെ കഥ കേട്ടിട്ടില്ലേ? നമ്മളും അങ്ങനെ തന്നെ. നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ ഇവിടുത്തെ മരങ്ങളിൽ കെട്ടിയിട്ടു. ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളെ മരപ്പൊത്തുകളിൽ സൂക്ഷിച്ചു വച്ചു. ഇനിയും നമുക്ക് വയ്യ. യൂണിയൻ ഭാരവാഹികൾ കൂടിയായിരുന്ന സുഹൃത്ത് സംഘത്തിലെ ജെബിൻ സംവിധാനവും സന്ദേശ് തിരകഥയും മുകേഷ് നിർമ്മാണവും ദിനിൽ ക്യാമറയും സുനിൽ കുമാർ സംഗീതവും പ്രവീൺ വിവരണവും നിർവഹിച്ചിരിക്കുന്നു. ഏകദേശം 2 വർഷത്തെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഇത് പുറത്തിറങ്ങാൻ പോകുന്നത്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ ഉൾക്കൊള്ളുന്ന 60 വർഷക്കാലത്തെ ചരിത്രമാണ് ഞങ്ങൾ ഇതിൽ പറയുന്നത്. ഇതിന് വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ മാഗസിൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കേരളവർമ്മ രാജർഷി തമ്പുരാന്റെ കൊട്ടാരമായിരുന്ന ഇവിടുത്തെ രാജാവിന്റെ ശവകുടീരത്തിൽ നിന്നാണ് ചിത്രം ആരംഭിക്കുന്നത്. മറ്റു കലാലയങ്ങൾക്ക് അവകാശപ്പെടാനില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ അടങ്ങുന്ന കലാലയത്തിന്റെ ജൈവഘടനയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തന പാരമ്പര്യവും പ്രശസ്തമായ ഊട്ടിയുമെല്ലാം ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരുമായി സംവദിക്കുകയാണ് ഇവിടെ. ടി.വി. ചന്ദ്രമോഹൻ, വി.എസ്. സുനിൽകുമാർ എം.എൽ.എ, കവി രാവുണ്ണി, കെ.ആർ. ടോണി, സി.വി. പാപ്പച്ചൻ തുടങ്ങിയവരുടെ ഓർമ്മകളും ചിത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കേരളവർമ്മയുടെ ബദൽ സംസ്കാരത്തിന്റെ ചരിത്രവും കോൺക്രീറ്റ് കാടായി മാറിക്കഴിഞ്ഞ മറ്റു കലാലയങ്ങളിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന കേരളവർമ്മയുടെ രേഖാചിത്രവുമാണിത്. ഒപ്പം ഈ ശ്രമത്തിനിടയിൽ പൊലിഞ്ഞുപോയ വിപിൻ ലാൽ എന്ന സുഹൃത്തിനുള്ള ഓർമ്മചിത്രം കൂടിയാണിത്. ഇനി പങ്കുവെക്കലിന്റെ കാലമാണ്. ഭൂമി ഇവിടെ വിതകാത്ത് കിടക്കുന്നു. കാറ്റായി വന്നു നീ, കടലായി രമ്പിനി. കാറ്റായി വന്നു നീ, കടലായി രമ്പിനി. ഉണർവായി ഉയിരായി തീരാത്ത നിറവായി നിലവിലൊരു പൂമ്പാറ്റ പകലായി പലകുറി മൊഴിഞ്ഞൊരാവാക്കായി പല